നിയോഗത്തോടെയാണോ ചെയ്യുന്നത്? ലോകത്തിൽ ആർക്കും വേണ്ടി ചെയ്യാത്ത അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ തുടങ്ങും. ഇന്ന് ചെയ്യാൻ തുടങ്ങും. ആ കല്യാണ വീട്ടിൽ 10 മാസം കഴിഞ്ഞല്ല അത്ഭുതം നടന്നത്, അന്ന് തന്നെ ചില അത്ഭുതങ്ങൾ ഉണ്ടായി. നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അന്ന് തന്നെ വിടുതലുകൾ ഉണ്ടാകാൻ തുടങ്ങും. അന്ന് തന്നെ ആ ഭവനത്തിന് ആവശ്യമായത് ഉണ്ടാകാൻ തുടങ്ങും. ഇന്ന് ഈ ദൈവഭവനത്തിൽ ഏൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ കരുണയായിരിക്കണമേ. ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് സാൽവേഷൻ, whom shall I fear? കർത്താവാണ് എൻ്റെ രക്ഷയും പരിചയം. God is my light and salvation, എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയും. whom shall I fear? ഞാൻ ആരെ പേടിക്കണം? ഈ ദൈവഭവനത്തിൽ വെച്ച് ഞാൻ അനുഗ്രഹിക്കപ്പെടും. യേശുവേ, ഒരു വാക്കു മതി. യേശുവേ, ഒരു വാക്കു മതി. എൻ്റെ ജീവിതം മാറിയിടുവാൻ, ഈ തകർച്ചയിൽ നിന്ന് പുറത്തു കടക്കാൻ, ഈ പരാജയത്തിൽ നിന്ന് ഒന്ന് വിജയിക്കാൻ, യേശുവേ, ഒരു വാക്കു മതി. യേശുവേ, ഒരു വാക്കു മതി. എൻ്റെ ജീവിതം മാറിയിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ഒരിക്കൽ കൂടി, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. അതുകൊണ്ട് ശബ്ദമുയർത്തി പാടാം. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. പറഞ്ഞേ, യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. പറഞ്ഞേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. യേശുവേ, ഒരു വാക്കു മതി. വിശ്വാസത്തോടെ പറഞ്ഞ് പാടുമ്പോൾ, വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ, ആ തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. ആ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. Lord is my light and salvation, whom shall I fear? ദൈവം എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവേ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചില ദൈവ പ്രവർത്തികൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പാടിയേ. യേശുവേ, ഒരു വാക്കു മതി. എൻ്റെ ജീവിതം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എൻ്റെ ജീവിതം ഒരുമിച്ച് നിന്റെ സന്നിധി. പറഞ്ഞ്, ഇപ്പോൾ ഞാൻ നിന്റെ വചനത്തിനായി, നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. അതുകൊണ്ട് ആ കരമുയർത്തി, ശബ്ദമുയർത്തി, യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ, എൻ പ്രിയനേ,
നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ട ഇപ്പോൾ, വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയേ. എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുകയെ, ഒന്ന് ആരാധിച്ചു തുടങ്ങുകയെ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ പ്രിയരേ, യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ചില അത്ഭുത രോഗ സൗഖ്യങ്ങൾ സംഭവിക്കണമേ. യേശുവേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, പാതി വഴിയിൽ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നിന്നെ ദൈവം എത്തേണ്ടിടത്ത് സുരക്ഷിതമായി എത്തിക്കും. സേഫ് ആൻഡ് സെക്യൂറായി എത്തിക്കും. വിശ്വസിക്കുന്നു ദൈവം നീ എത്തേണ്ട സ്ഥലത്ത്, ഇരിക്കേണ്ട സ്ഥലത്ത്, ജീവിക്കേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി സേഫ് ആൻഡ് സെക്യൂറായി എത്തിക്കും. എൻ്റെ ദൈവം എന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഏറെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പ്രസംഗിക്കുവാനും പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഓർക്കുകയാണ്. നിങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥനയോടെ ഈ ആലയത്തിൽ വരാൻ കാണിച്ച നല്ല മനസ്സിനെ, സമയത്തെ, താല്പര്യത്തെ സ്വർഗത്തിലെ ദൈവം സമർത്ഥമായിട്ട് സഹായിക്കട്ടെ. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വിശ്വസിക്കുക, ഈ വചനം കേൾക്കുന്ന ഈ സമയം ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് മൈലുകൾക്ക്, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള എൻ്റെ വീട് ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാവുകയാണ്. ഞാൻ പേടിച്ചതുപോലൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. കാരണം യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന്. കേൾക്കുന്ന വചനങ്ങൾ ദൈവം ഒരു മുദ്രയായി അകത്ത് തരട്ടെ. ദൈവം ഒരു മുദ്രയായി, കേൾക്കുന്ന വചനങ്ങൾ ഒരു മുദ്ര പോലെയായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇന്നലെ അത് സൂചിപ്പിച്ചു, ഞാനൊന്ന് പറയുവാണ്. നമ്മൾ ചിലരെ നോക്കിയിട്ട് നമ്മൾ അകത്ത് ചിന്തിക്കില്ലേ, ആ മനുഷ്യൻ എന്തൊരു ഭാഗ്യവാനാണ്. നമ്മൾ ചിലർ, വളരെ ചുരുക്കം ആളെ നമ്മൾ നോക്കും, പുള്ളി ഒരു ഭാഗ്യമുള്ള മനുഷ്യനാണ്. അല്ലെ, ചില ആളുകൾ ആ പുള്ളിക്കാരത്തി ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. ചുമ്മാതെ നമ്മൾ പറയത്തില്ല. നമ്മൾ ആ വ്യക്തിയിലോ ആ കുടുംബത്തിലോ എന്തൊക്കെയോ നമ്മൾ പ്രത്യേകതയോടെ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഓ നല്ല ഒരു കുടുംബം, ഭാഗ്യമുള്ള ആൾക്കാരാ. ചിലർ വെറുതെ എങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു, ഞാൻ എന്തിനാ ഈ വീട്ടിൽ ജനിച്ചത്, ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, ചിലപ്പോൾ നമ്മൾ പറയും അവരുടെ വീട് കണ്ടിട്ടായിരിക്കും പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുന്നത്
അവരുടെ ആരോഗ്യം കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ അവർ മേടിച്ച വാഹനം കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കളെ കണ്ടിട്ടായിരിക്കും, അവരുടെ സന്തോഷമുള്ള സമാധാനമുള്ള വീട് കണ്ടിട്ടായിരിക്കും നമ്മൾ പറയുന്നത് എന്തു ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന്. എന്തൊക്കെയാണോ ഒരാളെ ഭാഗ്യവാനാക്കുന്നത് അതൊക്കെ എനിക്ക് കൂടി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. മറ്റൊരാളിൽ ഞാൻ ഭാഗ്യമുള്ള ആളുകൾ, ഭാഗ്യമുള്ള വീട്, ഭാഗ്യമുള്ളൊരു ഭാര്യ, ഭാഗ്യമുള്ളൊരു ഭർത്താവ്, ഭാഗ്യമുള്ള പിള്ളേർ എന്നൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർ, സാധാരണ ആളുകൾ നമ്മൾ എന്തെല്ലാം കണ്ടിട്ടാണോ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് അതൊക്കെ മറ്റുള്ള ഒരാൾ എന്നിൽ ഭാഗ്യമുള്ള ഒരാളായി കാണത്തക്കതൊക്കെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഭാഗ്യമായി മറ്റുള്ളവർ തോന്നുന്നത്, എനിക്ക് തോന്നുന്നതൊക്കെ എൻ്റെ ജീവിതത്തോട് ചേർന്ന് വരണമേ. അനേകരുടെ മുമ്പിൽ എനിക്ക് ഭാഗ്യമുള്ള ഒരാളെ പോലെ ജീവിക്കാൻ ഭാഗ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ കൊണ്ടുതരുന്നത് ചില ഭാഗ്യമാണ്, ചില ദൈവാനുഗ്രഹങ്ങളാണ്, ചില പുതിയ വഴികളാണ്. ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നുവരെ കാണാത്ത ഒരു അനുഗ്രഹം, ഒരത്ഭുതം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നുവരെ ആർക്കും വേണ്ടി ചെയ്യാത്തത്, ഇന്നുവരെ ആർക്കും വേണ്ടി ദൈവം ചെയ്യാത്തത് ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ഒരു ദൈവവചനം കേൾക്കുവാണ്. ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഇന്ന് പ്രസംഗിക്കുന്നത്, എങ്കിലും ഈ വചനം ആദ്യം ഒരാമുഖം പോലെ നിങ്ങളെ അറിയിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുവാണ്. ഇന്നലെ അത് ആദ്യം വന്ന ആളുകളോട് വളരെ ലൈറ്റായിട്ട് ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ വാക്യം ശ്രദ്ധിച്ചേ. 1 സാമുവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. സാവൂൾ സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോകാൻ. അവിടെ നിർത്തിക്കേ. അവിടെ ഒരാളുടെ അടുത്ത് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? സാവൂൾ സാമുവേലിൻ്റെ അടുത്തേക്ക് വന്നു. ആരാണ് സാമുവേൽ എന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. ദൈവ കടാക്ഷം പ്രത്യേകമായി ലഭിച്ച് ദൈവം ഉയർത്തിയ ഒരാളാണ്. ആര്? സാമുവേൽ. അപ്പോൾ ഈ മനുഷ്യനെ കാണാൻ ആര് വന്നു? സാവൂൾ വന്നു. ഒരു ദൈവ മനുഷ്യനെ കാണാൻ സാവൂൾ സാമുവേലിൻ്റെ അടുത്ത് വന്നു. കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞും ഒക്കെ സംസാരിച്ചു. അതിനുശേഷം ആ സാവൂൾ അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞപ്പോൾ, അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ദൈവം അവന്, ആർക്ക്? സാവൂളിന്. ആ സാമുവേലിൻ്റെ അടുത്തു വന്ന സാവൂളിന് ഒരു പുതിയ ഹൃദയം നൽകി അന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഒരു ദൈവാനുഗ്രഹമുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ ദൈവം ഒരു പുതിയ നന്മ നൽകി അനുഗ്രഹിക്കാറുണ്ട്. വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവിക്കാൻ കഴിയണം. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ ചെന്നു. നമ്മൾ ചില സ്ഥലത്ത് ചെല്ലണം. നമ്മൾ ചില സ്ഥലത്ത് ചെന്ന് അവിടുത്തെ പ്രാർത്ഥന സ്വീകരിക്കണം, ആ അനുഗ്രഹം സ്വീകരിക്കണം. ഇപ്പോൾ എനിക്ക് കോഴിക്കോട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബസ് നമ്മുടെ മുറ്റത്ത് കയറി വരത്തില്ലല്ലോ. ബസ് പോകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിൽ പോയി, ഇല്ലേ അവിടെയുള്ള കടക്കാരനോട് ചോദിക്കും, കോഴിക്കോട് ബസ് ഇവിടെ നിർത്തുമോ? അല്ല, അപ്പുറത്തെ അവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ അവിടെ പോയി നിൽക്കാൻ പറയും. ഇവിടെ നിന്നാൽ ബസ് നിർത്തത്തില്ല, നിങ്ങൾ അവിടെ പോയി നിൽക്കാൻ പറയും. ഇല്ല, അപ്പുറത്ത് മാറി നിൽക്കുക, അത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്, ഇവിടെ നിർത്തത്തില്ല, അവിടെ സ്റ്റോപ്പില്ലെന്ന് പറയും. നിങ്ങൾ ടൗണിൽ പോയി കയറിക്കോളാൻ പറയും. അത് നിർത്തുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നമ്മൾ കാത്തു നിൽക്കണം. എന്നാലേ ഒരു ബസ്സിന് 100 രൂപ കൊടുത്താൽ പോകേണ്ട ഒരു സ്ഥലത്ത് പോകാൻ പോലും
നമ്മൾ പോയി നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളും ചെന്ന് നിൽക്കേണ്ട ചില സ്ഥലമുണ്ട്. അത് ടാക്സി വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് തനിയെ നടകയറി വന്ന് അകത്ത് സീറ്റിൽ ഇരിക്കത്തില്ല. നമ്മളത് ചില മനുഷ്യരുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം. അത് പകരപ്പെടുന്ന ഒന്നാണ്. അത് കൈമാറി കൊടുക്കുന്ന ഒന്നാണ്. അത് പകരപ്പെടും. ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയിലൂടെ അത് വേറൊരാൾക്കൊരു അനുഗ്രഹമായിട്ട് വരും. ഒരു വിടുതലായിട്ട് അത് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അതാ എഴുതിയിരിക്കുന്നത്, സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് തിരിഞ്ഞ് വീട്ടിൽ പോകാൻ, കൊട്ടാരത്തിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം ആ മനുഷ്യനാ വന്ന് പ്രാർത്ഥിച്ച ആൾക്ക്, വന്ന സാവൂളിന് ഒരു പുതിയ ഹൃദയം. ആ പുതിയ ഹൃദയത്തിന്റെ സ്ഥാനത്ത് നിങ്ങളോട് പറയാൻ വേണ്ടി പറയാം, ഒരു പുതിയ അനുഗ്രഹം, ഒരു പുതിയ നന്മ, ഒരു പുതിയ വഴി വിശ്വസിക്കുന്നു. അവന് കൊടുത്തു. ഒരു പുതിയ ഹൃദയം നൽകി അവനെ അനുഗ്രഹിച്ചു. അടുത്ത ഭാഗം ഇച്ചിരൂടെ ചിന്തിക്കാനുണ്ട്. സാമുവേൽ പറഞ്ഞതെല്ലാം അവിടെ നിർത്തി. അപ്പൊ പ്രാർത്ഥിക്കാൻ വന്ന സാവൂളിനോട് സാമുവേൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സാവൂളിനോട് പറഞ്ഞതൊക്കെ അന്നു തന്നെ സംഭവിച്ചു. അന്ന് സൂര്യാസ്തമയത്തിന് മുമ്പേ ആ ദൈവ മനുഷ്യൻ പറഞ്ഞതൊക്കെയും സംഭവിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിടയാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില നന്മകൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ. മറ്റുള്ളവർ നീ ഒരു ഭാഗ്യവാനാണെന്ന് പറയുന്നതൊക്കെയും നിന്റെ ജീവിതത്തിൽ പതുക്കെ വന്നു ചേരട്ടെ, സംഭവിക്കട്ടെ. പതുക്കെ നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് വരട്ടെ, സംഭവിക്കട്ടെ. മിനിമം 10 പേരേലും പറയാൻ ഇടവരട്ടെ, നീ ഒരു ഭാഗ്യവാനാകട്ടോ, നിന്റെ കുടുംബം ഒരു അനുഗ്രഹമാകട്ടോ. നിന്റെ മക്കൾ 100 പേര് പറയണ്ട, മിനിമം ഒരു 10 പേര് നമ്മളോട് പറയാൻ ഇടവരത്തക്ക വിധം, കർത്താവേ എന്നെ ഇവിടെ വച്ച് ഈ ദൈവഭവനത്തിൽ വച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നമ്മൾ മാത്രമല്ല കേട്ടോ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2000 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. സാവൂളിന് വേണേ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? അല്ല, സാവൂൾ വീട്ടിലിരിക്കുകയല്ല ചെയ്തേ. സാമുവേലിൻ്റെ അടുത്ത് വന്നു. സാവൂളിനോട് എന്തൊക്കെയോ പറഞ്ഞു. ആ പറഞ്ഞതും പ്രാർത്ഥിച്ചതും അന്ന് തന്നെ സംഭവിച്ചു. ഇന്ന് സംഭവിക്കേണ്ട ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഷാജൻ ബ്രദർ അതാ പറഞ്ഞത്, യേശുവേ ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ വാക്കുമതി എനിക്കൊരു പുതിയ അനുഗ്രഹം ഉണ്ടാകാൻ. നിങ്ങൾ പറഞ്ഞു, ഇന്നു വരെ ആരും കാണാത്ത ഒരത്ഭുതം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നു വരെ ആർക്കും വേണ്ടി ചെയ്യാത്തൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇത് ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നയാളാണ്. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നയാളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഞാനൊരു വാഹനം ഓടിക്കാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആ കാർ ഓടിക്കാൻ തരുമോ? ഇല്ല, നിങ്ങൾ ഓടിച്ചാൽ കേടാവും എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാഹനം ഓടിക്കാൻ കൊതിച്ചിട്ടുണ്ട്, ഒരു വാഹനത്തിൽ കയറാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ പറയുവാ, അച്ഛൻ ഈ വണ്ടിയെ തന്നെ കയറണം കേട്ടോന്ന്. ഈ വണ്ടി, അപ്പുറത്ത് വേറെ വണ്ടിയുണ്ട്, അതിലൊന്നും കയറില്ല. ഈ വണ്ടി, എൻ്റെ വണ്ടിയെ തന്നെ കയറാവുള്ളൂ കേട്ടോ. എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ വണ്ടിയിലേ കയറാവുള്ളെന്ന്. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നു. എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടോ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ദൈവം ദാനമായി നൽകിയ അനുഗ്രഹത്തോടുള്ള ആ വ്യക്തിയുടെ സമീപനമാണ്, അപ്പോൾ എന്നിലുള്ള അനുഗ്രഹമാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത്. ഈ കാറെ കയറാവുള്ളൂ കേട്ടോ, ഈ കാറെ തന്നെ കയറണമെന്ന് പറയുന്നത്, ഈ വാഹനത്തിൽ കയറാവോ, ഒന്ന് ഓടിക്കാവോ എന്ന് ചോദിക്കുന്നത്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരാണ് ഒരാളുടെ സ്വന്തം പൊന്നുപോലെ നോക്കുന്ന ഒരു വാഹനം ഒന്ന് ഓടിക്കാവോ,
നമ്മൾ താക്കോല് പോലും കൊടുക്കത്തില്ല. വണ്ടിയിൽ കയറിക്കോ, പക്ഷേ ഓടിക്കാനൊന്നും ചിലപ്പോൾ കൊടുത്തു എന്ന് വരത്തില്ല. അവർ മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന വാഹനമായിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് നിനക്കൊരു വിലയും മഹത്വവും തരും. വിശ്വസിക്കുന്നോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളുണ്ട്. പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം തുറക്കും. പ്രതീക്ഷിക്കാത്ത വഴികൾ ദൈവം അനുഗ്രഹിച്ച് തുറക്കാൻ തുടങ്ങും. ഇനി ഒരിക്കലും രക്ഷയില്ല, ഇനി ശരിയാകത്തില്ല, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തെ നോക്കി ആരെങ്കിലും പറഞ്ഞതോർത്ത് മനസ്സ് തളർന്ന് പ്രാർത്ഥിക്കാതിരിക്കരുത്. കുഴി മാന്തി കല്ലറയിൽ അടക്കം ചെയ്ത് ചെയ്യാൻ തുടങ്ങിയ ലാസറിന്റെ ശരീരത്തെ ദൈവം ഒരു പുതിയ ജീവിതം കൊടുത്ത് ഉയർത്തിക്കൊണ്ട് വന്നത് വിശ്വസിക്കുന്നോ? അത്രയൊന്നും ഇവിടെ ഇരിക്കുന്ന ആരും തോറ്റിട്ടില്ല. അത്രയൊന്നും ഇവിടെ ഇരിക്കുന്ന ആരും പരാജയപ്പെട്ടിട്ടില്ല. അത്രയൊന്നും ആരും ചീഞ്ഞിട്ടില്ല. അത്രയൊന്നും ആർക്കും ദുർഗന്ധം ഉണ്ടായിട്ടില്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, സാമുവേലിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാനായിരിക്കും പോയത്. സംസാരിച്ചു. അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ്, പോകാൻ വേണ്ടി തിരിഞ്ഞപ്പം സ്വർഗത്തിലെ ദൈവം അവന് ഒരു പുതിയ ഹൃദയം കൊടുത്ത് അനുഗ്രഹിച്ചു. കർത്താവ് ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങി ഈ കല്ലിട്ട റോഡിലൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു നല്ല അനുഗ്രഹത്തെ കൊടുത്ത് ഈ ജനത്തെ ഇവിടെ വച്ച്, ഈ സ്വർഗഭവനത്തിൽ, ഈ ദൈവഭവനത്തിൽ വച്ച് ഇവരെ അനുഗ്രഹിക്കണം. അങ്ങനെ 1000 സാക്ഷ്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ 1000-ലധികം സാക്ഷ്യങ്ങൾ ഉണ്ടാകണം. സാമുവേൽ പ്രാർത്ഥിച്ചു പറഞ്ഞത് അന്ന് തന്നെ സംഭവിച്ചു. അതൊരു വലിയ വാക്കാണ്. അതൊരു വർഷം കഴിഞ്ഞിട്ടല്ല നടന്നത്, അന്നു തന്നെ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കണമേ, ഇന്ന് തന്നെ ഒരു വിടുതൽ ഉണ്ടാകണമേ, ഇന്ന് തന്നെ ഒരു സൗഖ്യം ഉണ്ടാകണമേ, ഇന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകണമേ, ഇന്ന് തന്നെ ചില വഴികളെ തുറന്നു തരണമേ, ഇന്ന് തന്നെ ചില ഇന്റർവ്യൂകൾ അനുഗ്രഹമാകണമേ, ഇന്ന് തന്നെ ആ രോഗത്തിന്റെ മേലെ ഒരു സൗഖ്യം ഉണ്ടാകണമേ, ഇന്ന് തന്നെ ആ ഒരു സാന്നിധ്യം ഒരു അത്ഭുതമായി വെളിപ്പെടണമേ. നാളെയല്ല, ഇന്ന് തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് തന്നെ എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് തന്നെ ലഹരിക്ക് അടിമയായ എൻ്റെ മകൻ ഇന്നൊരു മാറ്റം ഉണ്ടാകണം. കടബാധ്യതയിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഇന്ന് തന്നെ ഒരു ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ വിൽക്കാൻ നോക്കുന്ന സ്ഥലത്തിന്റെ മേൽ ഇന്നൊരു അനുഗ്രഹം. ആ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വലിയ രോഗമാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കും, ഇന്ന് തന്നെ അവിടെ ഒരു സൗഖ്യം നടന്നു എന്ന് കേൾക്കണം. ഇന്ന് തന്നെ ഒരു വിടുതൽ നടന്നു എന്ന് കേൾക്കണം. സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോയി അന്ന് തന്നെ സാമുവേൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇന്നും അതുപോലെ നടക്കും. ഒന്നായിരിക്കുന്ന കസേരയെ തന്നെ ഒന്നാ കരങ്ങളെ ഉയർത്തിക്കേ. ഇന്ന് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് തന്നെ ആ ചെങ്ങല പോലെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടിപ്പോകട്ടെ. ചിലരൊക്കെ പ്രാർത്ഥിക്കാനായി ആഗ്രഹിച്ചു വന്ന നിങ്ങളുടെ മേൽ ഒരു വിടുതലിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, പറഞ്ഞ വചനങ്ങൾ ഒരു മുദ്രയായി മാറണമേ. പറഞ്ഞ വചനങ്ങൾ ഒരു മുദ്രയായി മാറണമേ. പറഞ്ഞ വചനങ്ങൾ ഒരു അഭിഷേകമായി മാറണമേ. പറഞ്ഞ വചനങ്ങൾ കുടുംബത്തിനകത്തൊരു ദൈവിക സംരക്ഷണത്തിന്റെ മുദ്രയായി മാറട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ നിമിഷം വരെ ഹല്ലേലൂയ. യേശുവിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അർത്ഥമറിഞ്ഞൊന്ന് പാടി എല്ലാവരും കണ്ണുകളെ അടച്ച്. ആരംഭം മുതൽ എന്തിലൊക്കെ ഈ നിമിഷം വരെ ചെറിയ കാര്യത്തിൽ ചെറുതിലും പിന്നെയോ വലുതിലും വിശ്വസ്തനായി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ
ജയിച്ച മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ? ഈ വചനം ശ്രദ്ധിച്ചോ? ഈ വചനത്തോട് ചേർന്ന്, ഈ പാട്ടിനോട് ചേർന്ന് പറയാം, നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരും. വിശ്വസിക്കുന്നോ? ആ വാക്യം ഒന്ന് എടുത്തേ. പുറപ്പാട് 20:24. ആ വാക്യം ഒന്ന് വായിക്കുവാണ്. പുറപ്പാട് 20:24 വായിച്ചേ. എൻ്റെ നാമം അനുസ്മരിക്കാൻ, ഓർക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. അങ്ങനെ ഒരു സ്ഥലമാണിത്. ഒന്നും കൂടെ വായിച്ച്. എൻ്റെ നാമം അനുസ്മരിക്കാൻ. അനുസ്മരിക്കാൻ എന്ന് പറഞ്ഞാൽ ഓർക്കാൻ, വിളിക്കാൻ, ആരാധിക്കാൻ. ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. ഇടവരുത്തുന്നിടത്തെല്ലാം. എവിടെയൊക്കെയാണോ? അടുത്തത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ അനുഭവമാണ് ആമേൻ. ഇതൊരുപാട് പേരുടെ അനുഭവമാണ്. ഓരോ സാക്ഷ്യങ്ങളും ഈ വചനമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവം അകലെയുള്ള സമയമല്ല ഇത്. ദൈവം എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അടുത്തു നിൽക്കുന്ന സമയമാണ്. ആ വാക്യം കേട്ടെ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. അപ്പോൾ ശ്രദ്ധിച്ച്, ഈ അനുഗ്രഹ ആലയം ഇതെത്രയോ അകലെയുള്ളൊരു സ്ഥലമാണ്, എത്രയോ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഇത്രയും ആളുകൾ ഇവിടെ വരണമെങ്കിൽ ഇവിടെ അത്ഭുതം നടക്കുന്നതിൻ്റെ തെളിവാണ്. ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ സ്ഥലത്ത് ഇറങ്ങി വന്നു നിൽക്കുന്നതിന്റെ അടയാളമാണ്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ബൈബിൾ വചനം പറയുന്നു. എൻ്റെ നാമം പറഞ്ഞ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് വന്ന്, ആവശ്യങ്ങളിലേക്ക് വന്ന്, പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ വീടിനെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്നത് അനുഗ്രഹിക്കാനാ, വടിയെടുത്ത് അടിക്കാനല്ല. ദൈവം ഇറങ്ങി വരുന്നത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. ദൈവം ഇറങ്ങി വരുന്നത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. ആരോ നമ്മളോട് പറഞ്ഞു, ദൈവം ഇറങ്ങി വരുന്നത് നിന്നെ വടിയെടുത്ത് അടിക്കാനാ, ശിക്ഷിക്കാനാ, തല്ലാനാ, ഓടിച്ചിട്ട് തല്ലാനാ. ദൈവം ഇറങ്ങി വരുന്നത് എഴുതിയിട്ടുണ്ട്. എൻ്റെ നാമം അനുസ്മരിക്കുന്നിടത്ത് ഞാൻ ഇറങ്ങി വരുന്നത് എന്തിനാ? അനുഗ്രഹിക്കാനാണ്, ശിക്ഷിക്കാനല്ല, ഓടിച്ചിട്ട് തല്ലാനല്ല. പിന്നെയോ നിന്നെ വളർത്താനും അനുഗ്രഹിക്കാനുമാണ്. അടുത്തൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പ്രശ്നങ്ങളെ നേരിടുന്നത് ചിലപ്പോൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒക്കെ ആയിരിക്കും പല പ്രശ്നങ്ങളെയും നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം പഠിപ്പിക്കുവാണ്, അങ്ങനെയല്ല പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് പലർക്കും അറിയാത്തത്. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പലരും ആത്മഹത്യ ചെയ്തത്, പലരും ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടിയത്, ഒഴുക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയത്, എല്ലാവരെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയത്, വാഹനത്തിൽ നിന്ന് എടുത്തു ചാടിയത്, വിഷം കുടിച്ചത്, കയറുകൊണ്ട് മരത്തേൽ, ഉത്തരത്തേൽ, ഫാനയിലൊക്കെ കെട്ടി. പ്രശ്നം എങ്ങനെയാ പരിഹരിക്കേണ്ടതെന്ന് അറിയാത്തോണ്ടാണ്. പ്രശ്നം പരിഹരിക്കേണ്ടത് ബുദ്ധി കൊണ്ട് മാത്രമല്ല, പ്രശ്നം പരിഹരിക്കേണ്ടത് ശക്തി കൊണ്ട് മാത്രമല്ല. നിങ്ങൾക്കതിനൊരു തെളിവ്, ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവത്തിലും ദൈവവചനത്തിലും ഉണ്ട്. ആമേൻ. ഒന്ന് പറഞ്ഞേ, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ ദൈവത്തിലും ദൈവവചനത്തിലും ഉണ്ട്. ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുമുണ്ട്. അതാ എല്ലാ ദിവസവും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വചനം കേൾക്കുന്നത്. അതിനകത്ത്
അപ്ലോഡ് ചെയ്ത് സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടല്ല. ആ വചനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആര് കാണും? ദിവസവും 5-8 ലക്ഷം പേര് ആര് കാണും? ഒരു പാട്ടില്ല, ഒരു ആഘോഷമായി ഒന്നുമില്ല, ഒരു വചനം പറയുന്ന ആര് കേൾക്കും? അതിനകത്ത് അത്ഭുതമുണ്ട്. എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിലും ദൈവവചനത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. ഇത് ശരിക്കും ബോധ്യപ്പെട്ടാൽ ഒരാളും ആത്മഹത്യ ചെയ്യില്ല. ഒരാളും പോയി മരിച്ചാലോ എന്ന് ചിന്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ പുസ്തകത്തിലുണ്ട്. എന്നോട് ദൈവം സംസാരിക്കും. നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ ഞാൻ എടുക്കുന്നൊരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ, ഞാൻ ആ വാക്യം വായിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഇത് എപ്പോഴേലും കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്നാണ് കേൾക്കുന്നത്. ഈ വചനം വായിച്ച് കേൾപ്പിക്കാൻ ചില സമയമൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇത് 1000 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള വചനമാ. ഇത് തന്നെയാണോ വീണ്ടും പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് നിങ്ങളെ അവിടെ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് മനസ്സിലായാൽ നമ്മുടെ മനസ്സിന് നല്ല ആരോഗ്യം കിട്ടും. നമ്മളൊന്നും എവിടെയും തകർന്നു പോകത്തില്ല. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യമാണ് യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. അത് എഴുതിയിട്ടുള്ള ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ അടുത്ത് ആ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വിശന്നു. ചിലർ തളരാനും തലകറങ്ങാനും ഒക്കെ തുടങ്ങി. അപ്പോൾ യേശു പറഞ്ഞു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 7 അപ്പവും കുറച്ച് ചെറിയ മത്സ്യങ്ങളുണ്ട്. എത്ര അപ്പമുണ്ട്? 7. അപ്പോൾ യേശു തിരിച്ചു ചോദിച്ചില്ല, 7 ഉള്ളോ? ഇതുകൊണ്ട് എങ്ങനെ പരിഹരിക്കാനാ? ഇതുകൊണ്ട് എന്നെ ആകാനാ? അത് ചോദിച്ചില്ല. ഇനി ഇത് ബുദ്ധി കൊണ്ടാണ് നമ്മൾ പരിഹരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും, 2 പേര് ഈ ഭാഗത്തേക്ക് പോ, 2 പേര് ആ ഭാഗത്തേക്ക് പോ. ഒരു 100 മീറ്റർ കഴിയുമ്പോൾ ഒരു ഹോട്ടലുണ്ട്, നിങ്ങൾ അവിടെ പോയി ചോദിച്ച്. നിങ്ങൾ അങ്ങോട്ട് മാറി, അവിടെ ഒരു മെസ്സുണ്ട്, അവിടെ ഒന്ന് പോയി ചോദിച്ച്. അപ്പം കിട്ടാനുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പോയി അന്വേഷിച്ച്. ഒരാൾ വണ്ടി എടുത്തൊന്ന് അങ്ങോട്ട് പോക്കെ. ഒരു 3-4 പേര് ഈ ഭാഗത്തേക്ക് നോക്കിക്കേ. ഞാൻ വേണേ കുറച്ചുകൂടെ ശുശ്രൂഷ നീട്ടാം, ചില വചനപ്രഘോഷണവും പാട്ടും ഇച്ചിരൂടെ നീട്ടാം. നിങ്ങൾ ഫുഡ് കൊണ്ടുപോവാം. ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ. നമ്മൾ പറയില്ലേ, നീ ആ വണ്ടി എടുത്തൊന്ന് കൽപ്പറ്റയ്ക്ക് പോക്കേ, നീ ആ വണ്ടി എടുത്ത് ബത്തേരി പോ, അവിടെ ആ മെസ്സുണ്ട്, അവിടെ ആ ഹോട്ടലിൽ പോയി നോക്ക്, ഫുഡ് കിട്ടുമോ നോക്ക്, ഉള്ളതൊക്കെ എടുത്തോണ്ട് പോവാ. ഞാൻ അത്രയും നേരം കൂടെ പ്രസംഗം നീട്ടാം. യേശു പറഞ്ഞില്ല, ഞാൻ വേണേ പ്രസംഗം നീട്ടാം, രോഗശാന്തി ശുശ്രൂഷ കൂട്ടാം, നിങ്ങളൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പോകാൻ. യേശു അതിനെ നമ്മളാണെങ്കിൽ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. യേശു അന്നേരം പറഞ്ഞത്, ആരും എങ്ങോട്ടും പോകണ്ട, എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ 7 അപ്പം എടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ അപ്പത്തെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, ആശീർവദിച്ചു. നോക്കൂ, ആ പ്രശ്നത്തെ എങ്ങനെയാണ്, ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ 4 വശത്തേക്ക് ഓടി ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അല്ല, ശാന്തമായിരിക്കുക. എന്നിട്ട് ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്നായിരിക്കുന്ന പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. കുറച്ചു നേരം പ്രാർത്ഥിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന്. ആരും ഇന്നുവരെ കാണാത്തൊരു അത്ഭുതം അവിടെ നീ കാണാൻ തുടങ്ങും. ഏത് അത്ഭുതം കാണാൻ തുടങ്ങും? ആരും ഇന്നുവരെ കാണാത്തൊരു അത്ഭുതം അന്ന് അവർ കണ്ടു. അന്ന് വരെ അവർ കണ്ടിട്ടില്ല. അപ്പം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്ത് മിച്ചമുണ്ടാകുന്ന അത്ഭുതം അന്നുവരെയും ആരും കണ്ടിട്ടില്ല. അന്നുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ദൈവം അവിടെ വച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തോടുള്ള ബന്ധത്തിലാണോ പരിഹരിക്കുന്നത്? പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്നെ, ആരാധിക്കുന്ന നിങ്ങളെ പലരും മണ്ടന്മാരായി കാണും. പലരുടെയും മുമ്പിൽ നമ്മൾ പൊട്ടന്മാരും മണ്ടന്മാരും കുറവുള്ളവരും ഒക്കെ ആയി നമ്മളെ പലരും കാണും, നിങ്ങളെ പലരും കാണും. പ്രാർത്ഥിക്കുന്ന നമ്മളെ പലരും
മണ്ടന്മാരായി കാണും. ഇപ്പം ചിന്തിച്ച് നോക്കിക്കേ, 5000 ആളുകൾ അവിടെയുണ്ട്, അപ്പമാണ് ഇല്ലാത്തത്. ഈ മണ്ടന്മാര് ഈ അപ്പം യേശുവിൻ്റെ കയ്യിലാണോ കൊണ്ട് കൊടുക്കേണ്ടത്? ഈ അപ്പം മേടിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക്, റിസോർട്ടുകളിലേക്ക്, മെസ്സിലേക്ക് വല്ലേ പോകേണ്ടത്? ഇല്ലെങ്കിൽ ഈ വേറെ ഏർപ്പാടല്ലേ ഇവർ ചെയ്യേണ്ടത്? ഇന്നലെ ഇവർ ആലോചിക്കേണ്ടായിരുന്നു, ഇപ്പോഴാണോ ഇത് ആലോചിക്കുന്നത്? ഇവർ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പലർക്കും മണ്ടത്തരമായി തോന്നും. പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ പലരും പറയും, ഇവൻ എന്നതുമായി കാണിച്ചു കൂട്ടുന്നത്, ഇവൻ എന്തും മണ്ടത്തരമാണ് പറയുന്നത്, ഇവനെ സ്കൂളിൽ പോയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നത് കാണുമ്പോൾ പലരും പറയും, നീ എന്തും മണ്ടനാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലർക്കും മണ്ടത്തരമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ ഇന്ന് മണ്ടത്തരമായി തോന്നിയതായിരിക്കും നാളെ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുന്നതും. പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം യേശുവിൻ്റെ കയ്യിൽ 5 അപ്പം 7 അപ്പം കൊണ്ട് കൊടുത്തപ്പോൾ ഒരു മാറ്റവും അവർ കണ്ടില്ല. അതെടുത്തുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മാറ്റവും കണ്ടില്ല. പക്ഷെ പിന്നീട് അവർ കണ്ടത് ഇന്നുവരെ കാണാത്തൊരത്ഭുതമാണ് കണ്ടത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരത്ഭുതവും ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല, ഒരു മാറ്റവും കാണുന്നില്ല. ഇതൊക്കെ മണ്ടത്തരമായി പോയോ എന്ന് തോന്നും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നും. ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇന്ന് ഒരു അത്ഭുതം നടക്കുന്നത് കണ്ടില്ലേലും നാളുകളിൽ നീ കാണാൻ പോകുന്നത് ആർക്കു വേണ്ടിയും ദൈവം ഇന്ന് വരെ ചെയ്യാത്ത ഒരത്ഭുതം ആ വിഷയത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ ആർക്കു വേണ്ടി ചെയ്യാത്തൊരു അനുഗ്രഹം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ആരെ അനുഗ്രഹിച്ചിട്ടില്ലാത്ത വിധം ഇന്ന് എന്നെ എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു പറ. ഇന്ന് വരെ ആർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ലാത്തൊരു വാതിൽ, ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുമെന്ന് വിശ്വസിക്കുക. ചുമ്മാ ഒരു കഥ പറയുകയല്ല ഇത്. നമ്മളിന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയ ശിഷ്യന്മാർ 7 അപ്പം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ 7 അപ്പത്തിന് ഒരു മാറ്റവും കണ്ടില്ല. ആ 7 അപ്പം യേശു എടുത്തുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ അപ്പത്തിനകത്ത് ഒരു മാറ്റവും കണ്ടില്ല, ഒരു മാറ്റവും കണ്ടില്ല. പക്ഷെ പിന്നീട് കണ്ടത് ഒരത്ഭുതമാണ്. നിങ്ങൾ ഓരോ കടലാസിൽ ഒരു പേനയെടുത്ത് എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിനകത്തും ഇന്ന് നോക്കുമ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല, ഒരത്ഭുതവും കാണുന്നില്ല വചനം കേട്ടിട്ട്. പക്ഷേ ദൈവസന്നദ്ധിയിൽ അത് ഏൽപ്പിച്ചു കൊടുത്ത വിഷയമാണോ, പ്രാർത്ഥനയോടെയാണോ അത് കൈകാര്യം ചെയ്തത്? ആ പ്രശ്നത്തെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണോ പരിഹരിക്കാൻ ശ്രമിച്ചത്? ഇന്ന് നോക്കുമ്പോൾ ഒരത്ഭുതം നടന്നില്ലേലും നാളുകളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരത്ഭുതം പ്രാർത്ഥിച്ച വിഷയത്തിൽ കാണും. ഒന്ന് കരങ്ങളെ ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, ഇന്നുവരെ ദൈവം ചെയ്യാത്ത, ആർക്കും വേണ്ടി ചെയ്യാത്തൊരു കാര്യം ദൈവം പ്രാർത്ഥിക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്യും. ഞാൻ ഇന്നലെ ഇവിടെ പ്രസംഗിക്കുന്ന ഇന്നലെ ഇവിടെ വന്നവരോട് ഞാനിങ്ങനെ ദൈവവചനത്തിലൂടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായമാണ്. ഞാൻ പ്രസംഗിച്ചതാണ്, ഞാനിവിടെ പറഞ്ഞതാണ്. അത് എനിക്കും പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കരമായി ദൈവികമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലും ഇടപെട്ടത് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. അതിനുശേഷം ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രത്യേക അനുഗ്രഹമൊക്കെ എനിക്ക് തോന്നി. എനിക്കൊരു വിഷമം തോന്നിയില്ല. കാരണം ആ വചനത്തിലൂടെ ദൈവം എന്നെ തൊട്ടതുപോലെ എനിക്ക് തോന്നി. അത്രയും ശക്തമാണ് ആ വചനം എനിക്ക് തോന്നി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്നാന്നറിയോ? 1-ാം വാക്യം, കാനായിലെ വിവാഹ വിരുന്ന്. അങ്ങനെ എഴുതിയിരിക്കും. ഒരു കല്യാണ വീടാണ്. അവിടെ എന്നാ തീർന്നു പോയി? അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ വീട്ടുപേരടക്കം മാറിപ്പോവും. നമ്മുടെ വീട്ടുപേരിപ്പോൾ ഇന്ന് തന്നിരിക്കട്ടെ, ഒരു വീട്ടുപേര് ഒരു വീട്ടുപേര് ഒരു വീട്ടിൽ കല്യാണം വെച്ചിട്ട് ഭക്ഷണം തീർന്നു പോയെങ്കിൽ പിന്നീട് അവിടെ ആരെങ്കിലും വഴി ചോദിച്ച് വരുവാണെങ്കിൽ പറയും, പണ്ട് ആ കല്യാണം നടത്തിയിട്ട് ഭക്ഷണം തികയാത്ത വീടിൻ്റെ അപ്പുറത്തെ വീടാണ്. പിന്നെ നമ്മുടെ വീട്ടുപേര് അത് ആൾക്കാരൊക്കെ പറയും. നിങ്ങൾക്കറിയത്തില്ലേ, അന്ന് ആ വീട് കയറിക്കുള്ളിൽ വെച്ചിട്ട് ഭക്ഷണം തികയാതെ വന്ന വീട്ടിൽ വലിയ അടി നടന്ന വീട്, അവിടുത്തെ ആ വീടിൻ്റെ 3-ാമത്തെ വീടാണ് നിങ്ങൾ ഉദ്ദേശിച്ച വീട്. നമ്മുടെ പേര് തന്നെ മാറിപ്പോവും. ഇങ്ങനൊരു പ്രശ്നം അവിടെ വന്നു. അന്ന് അവിടെ നമ്മൾ ഇന്ന് ആഘോഷങ്ങൾക്ക് ബിരിയാണി കൊടുക്കുന്നത് പോലെ അന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഭക്ഷണം, ഒരു വെള്ളം അവിടെ തീർന്നുപോയി. എന്താ? വീഞ്ഞ് തീർന്നുപോയി. എന്ത് തീർന്നുപോയി? പക്ഷെ അവിടെ ഉണ്ടായിരുന്നു, വീഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല.
ഉണ്ടായിരുന്നത് പലതും ഇന്നില്ലാത്ത. വിവാഹം കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷെ ഇപ്പോൾ ആ സന്തോഷം തീർന്നു പോയി, ഇന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഭയങ്കര ഐക്യമായിരുന്നു. എല്ലാവരും തമ്മിൽ മിണ്ടി സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. ഇപ്പോൾ ആരും തമ്മിൽ മിണ്ടാട്ടമില്ല. പണ്ടുണ്ടായിരുന്ന ഐക്യം വീഞ്ഞു പോലെ അത് തീർന്നുപോയി. തീർന്നു പോയത് ഇന്നൊരു അത്ഭുതത്തിന് കാരണമാകണം. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു അത്ഭുതമായിട്ട് മാറണം. ശ്രദ്ധിച്ചേ, തീർന്നു പോയപ്പോൾ ആദ്യം അറിഞ്ഞത് ആരാണത്? ആ തീർന്നു പോയ വിവരം ആദ്യം അറിഞ്ഞത് ആരാണ്? മറിയമാണ്. ആണോ? ഇപ്പോൾ നിങ്ങളുടെ അടുക്കളയിലുള്ള ചോറോ അതിനുവേണ്ടി വിളമ്പേണ്ട കറിയോ തീർന്നു പോയാൽ ആദ്യം അറിയുന്ന ആരായിരിക്കും? അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണം തികയോ തീർന്നോ ഇല്ലയോ നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. അടുക്കളയുമായി ബന്ധപ്പെട്ടവർക്ക് അതറിയാം. അച്ചോ ഭക്ഷണം തികയത്തില്ല കേട്ടോ, ഭക്ഷണമല്ല, അവരാ പറയുന്നേ. അപ്പം മറിയം പറയുവാണ് ഇവർക്ക് വീഞ്ഞില്ല. അപ്പം മറിയം എവിടെയായിരിക്കും ആ വീട്ടിലുണ്ടായിരുന്നത്? ഗസ്റ്റ് റൂമിലാണോ, തിണ്ണയിലാണോ, പന്തലിൻ്റെ അകത്താണോ, അതോ അടുക്കളയിലായിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം അറിയണമെങ്കിൽ മറിയം ആ വീടുമായി ബന്ധപ്പെട്ട് ആ ഭക്ഷണം വിളമ്പുന്ന ഏതോ സൈഡിലായിരുന്നു, അവിടെ എവിടെയോ ആയിരുന്നു. അതാണ് ഓടിച്ചെന്ന് പറഞ്ഞത് ഇവർക്ക് വീഞ്ഞില്ല. ഇനി അടുത്ത ഭാഗം ചിന്തിക്കണം. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ആ വാക്യം ഒന്ന് വായിച്ച്. സ്ത്രീയെ അല്ല അവിടെ വായിക്കും. 6-ാമത്തെ വാക്യം. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ പ്രസംഗിച്ചവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഇന്നലെ കേട്ടപ്പോൾ ഇതൊന്നും കൂടെ പറയുവാണോ? ഇത് 10,000 പ്രാവശ്യം പറഞ്ഞാലും അതൊരു അനുഗ്രഹമാണ്. ഈ വചനം എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് അനുഗ്രഹമാണ്. ഇത് നമ്മുടെ നേരെ ഹൃദയത്തിൽ കൊള്ളും. യേശു ഒരു കല്യാണ വീട്ടിൽ നിന്ന് പറയുവാണ് അവിടെയുള്ള കൽഭരണികളെല്ലാം ഒരു 6 എടുത്തു വെക്കാൻ. കൽഭരണിയോ? ഏതാണ് ഈ കൽഭരണി? യഹൂദരുടെ വീടുകളിൽ കുടിക്കാൻ വെള്ളം വെക്കുന്ന പാത്രത്തിൻ്റെ പേരല്ല ഇത്. വാടകയ്ക്ക് കൊണ്ടുവന്ന പാത്രമല്ല. ഈ കൽഭരണി എന്തെന്നറിയോ? വീട്ടിൽ വരുന്നവർ കാല് കഴുകി വേണം വീട്ടിൽ കയറാൻ. മനുഷ്യരുടെ കാല് കഴുകാൻ വെള്ളം വയ്ക്കുന്ന പാത്രമാണ് കൽഭരണി. ആ വീട്ടിൽ വേറെ പാത്രമൊന്നുമില്ലായിരുന്നോ? പ്രതീക്ഷിക്കാത്തതിനെയാ ദൈവം മുന്നിൽ കൊണ്ടിരുന്നേ. ഇപ്പൊ ഈ കൽഭരണി പെരയുടെ മൂലക്കിരുന്ന കൽഭരണി ഇപ്പൊ ആ വീടിന്റെ കല്യാണ വീടിന്റെ പ്രധാനപ്പെട്ട ചില പാത്രമായി മാറി. ഇവിടെ ഇരിക്കുന്ന ആരാണ് ഈ കൽഭരണി? ഇവിടെ ഇരിക്കുന്ന പല മനുഷ്യരും കൽഭരണി പോലെയാ. എന്നെ ആർക്കും വേണ്ടല്ലോ, എന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ, എൻ്റെ കളറ് ശരിയല്ല, എൻ്റെ മുഖം ശരിയല്ല, എൻ്റെ ശബ്ദം ശരിയല്ല, എന്നെ ഒന്നിനും ഒരു കൊള്ളത്തില്ല, അവർക്കൊക്കെ എന്നാ സൗന്ദര്യമോ, അവർക്കൊക്കെ എന്നാ വിദ്യാഭ്യാസമോ, അവരൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ മുമ്പിലാ. നിങ്ങളൊരു കൽഭരണിയായി നിങ്ങൾക്ക് തോന്നുന്നോ? ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ആ കൽഭരണി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് കല്യാണ വീട്ടിലെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അപ്പനോ അമ്മയോ എന്നല്ല പറഞ്ഞത്. കൽഭരണി, വീട്ടിലെ കൽഭരണികളാണ് നമ്മളൊക്കെ. ചില സമയത്ത് കളറില്ല, ഭംഗിയില്ല, വലിയ ഗുണമൊന്നുമില്ല, സൈഡിലാ എപ്പോഴും. പക്ഷെ ദൈവം അതിനെ മുന്നിൽ കൊണ്ടുവരുന്നൊരു കാലമുണ്ട്. ഒരു അത്ഭുതം നിന്റെ വീട്ടിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്നെ ആയിരിക്കും ദൈവം പ്രയോജനപ്പെടുത്തുന്നത്. നിന്നിലൂടെ ആയിരിക്കും ആ അനുഗ്രഹം അവിടെ വെളിപ്പെടാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞു വരാം. ഞാൻ പറയുന്നത് ബുദ്ധി കൊണ്ട് മാത്രമല്ല പ്രശ്നം പരിഹരിക്കുന്ന വിഷയമാണ്. പക്ഷെ അത് പറഞ്ഞു വരാൻ വേണ്ടിയാണ് ഇതും കൂടെ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന എന്നെ നിങ്ങളെ ചിലപ്പോൾ പലരും വെറും മന്ദന്മാരായി മന്ദബുദ്ധികളായിട്ടൊക്കെ പറയും. അവന് തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്, അവൻ വെറും മണ്ടത്തരം ചെയ്ത് കൂട്ടുവാന്നൊക്കെ പറയും. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും കാണുമ്പോൾ പക്ഷെ നമ്മൾ ചെയ്യുന്നതോ പ്രാർത്ഥനയിൽ അത് ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ. എന്നിട്ട് പറഞ്ഞു, കൽഭരണികൾ കൊണ്ടുവന്ന് നിറച്ചിട്ട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കുക. വെള്ളം കോരി നിറയ്ക്കുക. അല്ല, എൻ്റെ ഒരു സംശയം നിങ്ങളോട് പറയാം. ഇനി കാല് കഴുകുന്ന വെള്ളമാണോ, കുടിക്കുന്ന വെള്ളമാണോ ടാങ്കിൽ തീർന്നു പോയത്, അതോ വീഞ്ഞാണോ? ഇനി യേശു കേട്ടത് വല്ലതും തെറ്റിപ്പോയോ ആവോ?
വീഞ്ഞ് തീർന്നു പോയി എന്നാ പറഞ്ഞത്, പക്ഷെ കാല് കഴുകാനുള്ള വെള്ളം തീർന്നു പോയി എന്നാണോ ആവോ കേട്ടത്? കേട്ടത് തെറ്റിപ്പോയതാണോ? അല്ല, കേട്ടത് തെറ്റിപ്പോയതല്ല. ഇതെന്നെ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. കേട്ടത് തെറ്റിയത് കൊണ്ടല്ല. അവിടെ നിന്ന് പരിചാരകരോട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കുക. അപ്പോൾ കല്യാണ വീട്ടിൽ 4 പേരോ 5 പേരോ 10 പേരോ അല്ല, ഒരു കല്യാണ വീട്ടിൽ നിറയെ ആളുകളുണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെള്ളം കോരുന്നതോ? മണ്ടന്മാർ വെള്ളം കോരാൻ നടക്കുന്നു. എടാ, വീഞ്ഞ് തീർന്നു പോയെങ്കിൽ വണ്ടി എടുത്ത് പോ, ഇന്ന സ്ഥലത്ത് വീഞ്ഞ് കിട്ടും, അത് മേടിച്ചുകൊണ്ട് പോ. അല്ലാണ്ട് കിണറ്റിൽ വെള്ളമല്ല കോരേണ്ടത്. ഞാനും നിങ്ങളും ഇന്ന് കോരുന്നത് വെള്ളമാണ്. നമ്മൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് എഴുതിയിടുന്നു, കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുന്നു, നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു, നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. നമ്മളും ഇതുപോലെ ആ കല്യാണ വീട്ടിലെ പരിചാരകരെ പോലെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കോരിക്കൊണ്ടിരുന്നാൽ വീഞ്ഞിൻ്റെ പ്രശ്നം പരിഹരിക്കുമോ? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? നിയോഗത്തോടെയാണോ ചെയ്യുന്നത്? ലോകത്തിൽ ആർക്കു വേണ്ടി ചെയ്യാത്ത അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ തുടങ്ങും. ആ കല്യാണ വീട്ടിൽ 10 മാസം കഴിഞ്ഞല്ല അത്ഭുതം നടന്നത്, അന്ന് തന്നെ ചില അത്ഭുതങ്ങൾ ഉണ്ടായി. നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അന്ന് തന്നെ വിടുതലുകൾ ഉണ്ടാകാൻ തുടങ്ങും. അന്ന് തന്നെ ആ ഭവനത്തിന് ആവശ്യമായത് ഉണ്ടാകാൻ തുടങ്ങും. ഒന്ന് ശ്രദ്ധിച്ചേ, കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞാണ് തീർന്നു പോയത്. അവർ കോരി ഇത് വെള്ളമാണ്, എൻ്റെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നമാണ്, ഞാൻ പോയി നിയോഗം എഴുതിയിടുവാണ്. രണ്ട് തമ്മിൽ ഒരു കണക്ഷനുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ വെള്ളം കോരുമ്പോൾ പലരും പറയും പുള്ളി എന്തോ മണ്ടനാണ്. ഞാനൊക്കെ ഒരുപാട് പേരുടെ മുമ്പിൽ വെറും മണ്ടനായിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, നീ എപ്പം നോക്കിയാലും ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക, നീ ആ ലൈബ്രറി പോയി നല്ല അറിവ് കിട്ടുന്ന പുസ്തകം വായിക്കടാവേ, നീ വല്ല പുസ്തകമൊക്കെ മഹാന്മാരുടെ ബുക്കുകൾ വായിക്കുക, നിനക്ക് ഇച്ചിരി ബുദ്ധി വരട്ടെ, ഭാഷ വരട്ടെ. നീ എപ്പോഴും ഈ ബൈബിൾ വായിച്ചു, എപ്പോഴും ബൈബിൾ വായിക്കുന്ന ആളെന്ന് പറഞ്ഞ് കളിയാക്കിയവർ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ഈ കേൾക്കുന്ന ഈ പറയുന്ന വചനം എന്നെ ലോകത്തിൽ ആരെയും അനുഗ്രഹിച്ചിട്ടില്ലാത്ത വിധം എന്നെ നാളുകളിൽ ദൈവം അനുഗ്രഹിക്കാൻ ഇടവരുത്തും. അവരാ പറഞ്ഞത്, ഈ വണ്ടിയെ കയറ്, വേറെ വണ്ടിയിലൊന്നും കയറണ്ട, ഈ വണ്ടിയെ കയറാൻ. ഒരു വണ്ടിയെപ്പോലും കയറാൻ പോയിട്ട് ഒരു വണ്ടി ഓടിക്കാൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ പോലും വണ്ടി കേടാകുമോ എന്ന് പറഞ്ഞ ആൾക്കാരുള്ളപ്പോൾ പറയുവാണ്, അയ്യോ വേറെ ഒരു വണ്ടിയിൽ കയറില്ല, ഞങ്ങളുടെ വണ്ടിയെ തന്നെ കയറണമെന്ന്, ഞങ്ങളുടെ വണ്ടി ഓടിക്കണമെന്ന്. ഈ വചനം നിന്നെ ആരെക്കാൾ കൂടുതൽ അനുഗ്രഹമുള്ളൊരു മനുഷ്യനാക്കി മാറ്റും. അവിടെ നിൽക്കട്ടെ, വെള്ളമാ കോരിയത്, വെള്ളം കോരി നിറച്ചു. വെള്ളം കോരുന്നവരെ കണ്ടപ്പോൾ കല്യാണ വീട്ടിലെ പലർക്കും തോന്നിയിട്ടുണ്ടാവും, മണ്ടന്മാർ. കുറേ പൊട്ടന്മാർ വെള്ളം കോരുന്നുണ്ട്, കുറേ വെളിവില്ലാത്തവന്മാർ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് മറിമായമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാക്കു കേട്ടാണോ നീ വെള്ളം കോരുന്നത്? ദൈവത്തിൻ്റെ പ്രചോദനം അനുസരിച്ചാണോ നീ പ്രാർത്ഥിച്ചത്? ദൈവിക പ്രചോദനം അനുസരിച്ചാണോ ഈ അനുഗ്രഹയിൽ വെള്ളം കോരിയത്? വെറുതെ ആയില്ല. നീ അധ്വാനിച്ചത് വെറുതെ ആകില്ല. നീ ആരാധിച്ചതും പാടിയതും സ്തുതിച്ചതും ശബ്ദം ഉയർത്തിയതും വെറുതെ ആയി പോകത്തില്ല. അത് നിനക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും. ആ കല്യാണ വീട്ടിൽ ഏറ്റവും ആവശ്യമായത് ആ സമയത്ത് വീഞ്ഞാണ്. അതെവിടെ നിന്നാ ഉണ്ടായി വന്നത്? ആ വെള്ളത്തിൽ നിന്നാ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നാ, ഈ കേൾക്കുന്ന വചനത്തിൽ നിന്നാ നിന്റെ കുടുംബത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തത്, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് നോക്കുമ്പോൾ ഒരത്ഭുതവും ഇല്ല. പ്രാർത്ഥിച്ചത് വെറുതെയായി, വെള്ളം കോരിയത് വെറുതെയായി എന്നൊക്കെ നമുക്ക് തോന്നും. കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ അവർ വെള്ളം കോരിയപ്പോൾ അത് വെള്ളം തന്നെയായിരുന്നു. അത് പാത്രത്തിൽ നിറച്ചപ്പോൾ അത് വെള്ളം തന്നെയായിരുന്നു. അത് പകർന്ന് കൊടുത്ത സമയത്താണ് അവർ പറയുന്നത് ഇതിൻ്റെ നിറം മാറി, രുചി മാറി, ഗുണം മാറി, ഇത് വീഞ്ഞായി മാറി എന്നൊക്കെ അവർ പറയുന്നത്.
ഇത് കോരിയപ്പോഴും ഇത് ഒഴിച്ചപ്പോഴും ഇത് അങ്ങോട്ട് ഒഴിച്ചപ്പോഴൊക്കെ ഇത് വെള്ളമായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് എഴുതിയിട്ടപ്പോൾ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചപ്പോഴൊക്കെ ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇന്ന് നോക്കുമ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല, ഒരു വിടുതലും കാണുന്നില്ല. ഇനി ഞാൻ പ്രാർത്ഥിക്കണോ, ഞാൻ ഇനി പ്രാർത്ഥന നിർത്തുവാണ് എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നാളുകളിൽ, അടുത്ത മണിക്കൂറുകളിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വലിയ അത്ഭുതങ്ങൾ നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം ചെയ്യാൻ തുടങ്ങും. നിനക്കുള്ളത് ദൈവം അതിൽ നിന്ന് ഉണ്ടായി വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി ഇങ്ങനെ ചിന്തിക്കട്ടെ, ഈ ശിഷ്യൻ പരിചാരകരോട് പറഞ്ഞ് വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ അവർ പറയുവാന്നിരിക്കട്ടെ, എന്നെ കൊണ്ടൊന്നും ഈ വട്ടുപരിപാടിക്ക് പറ്റത്തില്ല, നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? വീഞ്ഞ് തീർന്നു പോയി, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ ഓരോ കളഞ്ഞ് ഈ വെള്ളം കോരാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ അത്ഭുതം ഉണ്ടാകത്തില്ലായിരുന്നു. ആ വെള്ളം കോരിയ പരിചാരകരാ ആ ഭവനത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവന്നത്. വെള്ളം കോരിയ ഞാനും, വെള്ളം കോരിയ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അധ്വാനിച്ച, പ്രാർത്ഥിച്ച, കരമുയർത്തിയ, ദൈവത്തെ സ്തുതിച്ച നിങ്ങളാണ് നിങ്ങളുടെ ഭവനത്തിൽ നാളെ അനുഗ്രഹത്തെ കൊണ്ടുവരുന്നവർ. നിങ്ങൾ ഇന്നലെ ഒരാൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്, നാളത്തെ ധനമാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നഷ്ടമല്ല, വെറുതെയായി ആരും പറയത്തില്ല. വെള്ളം കോരിയ പരിചാരകർ പറയോ, വെള്ളം കോരിയത് വെറുതെയായി, വെറുതെ ഒരം കളഞ്ഞു, വെറുതെ കോരണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല നീ അധ്വാനിച്ചത് വെറുതെ ആകില്ല, നീ പ്രാർത്ഥിച്ചത് വെറുതെ ആകില്ല, നീ ദൈവത്തെ ആരാധിച്ചത്, വചനം കേട്ടത്, എഴുതി വെച്ചത് വെറുതെ ആകില്ല, വെറുതെ ആകില്ല. അതൊരു അനുഗ്രഹമായിട്ട് മാറും. ആ കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം കോരിയ നമ്മളെ വെള്ളം കോരുന്ന നമ്മളോട് പറയും, പലരും പറയും പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്, പലരും പരിഹസിക്കും, പലരും കളിയാക്കും, ചിലർ മണ്ടന്മാരാന്നൊക്കെ പറയും. പ്രാർത്ഥന നിർത്തരുത്. അതാണ് മറ്റൊരു അനുഗ്രഹത്തെ, നിന്റെ വീടിനാവശ്യമായ അനുഗ്രഹം ഉണ്ടായി വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തൊരു കാര്യം, ഈ കല്യാണ വീട്ടിൽ തീർന്നു പോയത് എന്താ? വീഞ്ഞാണ്. ഉണ്ടാക്കിക്കൊടുത്തത് മുന്തിരിയുടെ ജ്യൂസാണോ, അതോ മുന്തിരി പിഴിഞ്ഞ ഒരു വാട്ട വെള്ളമാണോ, അതോ പഞ്ചസാര കലക്കിയിട്ട് ഒരു മീഡിയം ഒരു വീഞ്ഞ് പോലുള്ള ഒരു വെള്ളം ഉണ്ടാക്കി അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കൊടുക്ക് എന്നാണോ പറഞ്ഞത്, അതോ നല്ല വീഞ്ഞാണോ കൊടുത്തത്? ഒന്ന് വായിച്ച ആ വാക്യം. ഈ വെള്ളം ഇവർ പാത്രത്തിലേക്ക്, ജാറിലേക്ക് ഒഴിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഗ്ലാസ്സിലോ കപ്പിലോ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് ഇത് രുചിച്ച് നോക്കിയിട്ട് ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞു. വായിക്കുക. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി, അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ്, അവിടെ നിർത്തിക്കേ, എന്നാൽ നീ നല്ല വീഞ്ഞ്. അവിടെ ആ മലയാള വാക്ക് പണ്ട് ഞാൻ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വട്ടം വരയ്ക്കണം. എന്താ നല്ല? നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് വീട്ടിൽ പോയി പരിശോധിക്കണം. ഇത് ഈ ബൈബിളിൽ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ബൈബിളിൽ ഇല്ലേ. നല്ല എന്നൊരു വാക്കുണ്ട്, നല്ല. അപ്പോൾ ദൈവം കൊടുത്തത് എന്നതാ? കല്യാണ വീട്ടിൽ ദൈവം നിയോഗത്തോടെ ചെയ്തവർക്ക് കൊടുത്തത് എന്നതാ? നല്ലതാ കൊടുത്തത്. ദൈവം തരുന്നതൊക്കെ നല്ലതാണ്. വിശ്വസിക്കുന്നു. എനിക്ക് ദൈവം നല്ലതേ തരുവുള്ളൂ. എനിക്ക് ദോഷമായിട്ടൊന്നും വരത്തില്ല. വിശ്വസിക്കുന്നു. എനിക്ക് ദൈവം നല്ല ആരോഗ്യം തരും. എനിക്ക് ദൈവം നല്ല കുടുംബജീവിതം തരും. എനിക്ക് ദൈവം നല്ല ശുശ്രൂഷ തരും. എനിക്ക് ദൈവം നല്ല ബന്ധങ്ങൾ തരും. എനിക്ക് ദൈവം നല്ല സമ്പത്ത് തരും. എനിക്ക് ദൈവം നല്ല ഒരു ജോലി തരും, നല്ല ഒരു വഴി തുറക്കും. വിശ്വസിക്കുന്നു. നല്ലത്. അവിടെ ആ വാക്ക് പറയാനാ ഒരു വാക്ക് നിങ്ങളോട്, ദൈവം നല്ലത്. ഇനി ഈ പ്രശ്നം എങ്ങനെയാ പരിഹരിച്ചത്? അതുകൂടെ പറയാതെ പോയാൽ പറഞ്ഞ വിഷയം കണക്ഷൻ ഇല്ലാതെ പോകും. സാധാരണ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഉടനെ പറയും, കുറച്ച് മുന്തിരി കൊണ്ടുപോയി എല്ലാവരും കൂടെ പിഴിയ്, കുറച്ച് പഞ്ചസാരയും കൂടെ ഇളക്ക്, അല്ലെങ്കിൽ ആ മിക്സിയുടെ ജാറോ മിക്സി ഉണ്ടോ നോക്കി ഒരു 2-3 മിക്സിയും കൂടെ മേടിച്ചുകൊണ്ട് പോവാ, അടിച്ച് കലക്ക്, എന്നിട്ടൊരു വാട്ടവെള്ളമേലും കൊടുക്ക്, എന്തെങ്കിലും കൊടുത്ത് വിട്. പക്ഷെ ആ വീട്ടിൽ വാട്ടവെള്ളമല്ല വിളമ്പിയത്. ആ പ്രശ്നം, ആ കല്യാണ വീട്ടിലെ പ്രശ്നം പരിഹരിച്ചത് പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്.
നാം അല്ലാതെ വണ്ടി എടുത്ത് ഒരാൾ കൽപ്പറ്റയ്ക്ക്, ഒരാൾക്ക് ബത്തേരി, ഒരാൾ മൈസൂർക്കും പോയി അങ്ങനെ ചെയ്ത് എങ്ങനെയെങ്കിലും എവിടുന്നേലും കൊണ്ടുപോകാന്നല്ല. നിങ്ങളുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി ഒരാൾ അങ്ങോട്ട്, ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ അങ്ങോട്ടല്ല ഓടേണ്ടത്. അതിന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, നിയോഗത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക. ആ പ്രശ്നത്തെ ദൈവം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങും. വിശ്വസിക്കുന്ന കർത്താവേ, അതെവിടെ ചെന്ന് നിൽക്കും? അത് നല്ല ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കും. ഹല്ലേലൂയ. ആ നല്ല എന്ന വാക്കിന് വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മേൽത്തരം വീഞ്ഞ്. വാട്ടവെള്ളമല്ല കൊടുത്തത്, കലക്കവെള്ളമല്ല കൊടുത്തത്, നല്ലതാണ് കൊടുത്തത്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ, എൻ്റെ ഈ കുടുംബത്തിലെ ഇന്നത്തെ പ്രശ്നമൊക്കെ മാറുമോ? ആ പ്രശ്നം നല്ല രീതിയിൽ ദൈവം അതിനെ മാറ്റും. ഓ, ഈ വഴക്കും തെറ്റിദ്ധാരണയും മാറുമോ? തീർച്ചയായിട്ടും മാറും. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവോ? നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവം ചെയ്യുന്നതൊക്കെയും നല്ലതാണ്. നല്ലത് ചെയ്യുന്ന ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നല്ലത് ചെയ്യാൻ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് പാത്രം ആ വീടിൻ്റെ അകത്തിരിക്കുന്ന പാത്രം എടുത്തുകൂടായിരുന്നു? ആ മൂലക്കിരുന്ന പാത്രമാണോ കർത്താവ് എടുത്തത്? അത് ചിന്തിച്ചു നോക്ക്. നല്ല വീഞ്ഞുണ്ടാക്കാൻ നേരത്ത് ആ മനുഷ്യൻ ആ പെരയുടെ സൈഡിലിരിക്കുന്ന, ആ വീടിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ കൽഭരണിയാണോ എടുക്കുന്നത്? നമ്മൾ ചിന്തിക്കില്ലേ, ഓ എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന്. നിന്നെ ആ വീടിൻ്റെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം പ്രയോജനപ്പെടുത്തും. ആമേൻ, ആമേൻ. ഇപ്പൊ ഇരിക്കുന്നത് അങ്ങ് ആ സൈഡിലാ, സാരമില്ല, നിന്നെ മുന്നിൽ കൊണ്ടുവരും ദൈവം. വിശ്വസിക്കുന്ന കർത്താവ്, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം കൊണ്ടുവന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നീ കാരണമാകാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. നിങ്ങളത് ചിന്തിച്ച് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നല്ല വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഒരു അത്ഭുതമല്ലേ ചെയ്തത്? നല്ല പാത്രം എടുത്തുകൂടായിരുന്നോ? ആ വീടിൻ്റെ അകത്ത് നല്ല സ്റ്റീലിൻ്റെ പാത്രമൊക്കെ കാണത്തില്ലേ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ തിളങ്ങുന്ന, കുറച്ചുകൂടെ ഭംഗിയുള്ള, കുറച്ചുകൂടെ അലങ്കാരപ്പണിയൊക്കെയുള്ള നല്ല ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ആ പാത്രം എടുത്തേ? അത് എന്നെ പഠിപ്പിക്കാനാ, അത് നിങ്ങളെ പഠിപ്പിക്കാനാ. ഇന്ന് ഏറ്റവും സൈഡിൽ കിടക്കുന്നതിനെ ദൈവത്തിനറിയാം. നടുക്ക് കൊണ്ടുവരാൻ, ഒരത്ഭുതത്തിന് കാരണമാക്കാൻ ദൈവത്തിനറിയാം. അടുത്തൊരു ഭാഗമുണ്ട്, നല്ല വീഞ്ഞ്. നിങ്ങളെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ലതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നല്ല ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, നല്ലൊരു സമാധാനമുള്ളൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഒരാളെ ഭയങ്കര ഒരു വലിയ ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് കൈ അടിക്കത്തില്ല, കൈ അനങ്ങത്തില്ല. നമുക്കിപ്പോൾ കൈ അടിക്കാമല്ലോ. പുള്ളിക്ക് സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് വന്ന പുള്ളിയുടെ കൈ ഇങ്ങനെ ആയിപ്പോയി, പുറകോട്ടായിപ്പോയി. പുള്ളിക്ക് കൈ ഇങ്ങോട്ട് അടുക്കത്തില്ല. നമ്മൾ ഇങ്ങനെ കൈ അടിക്കുന്നത് പോലും അതൊരനുഗ്രഹമാണ്. സ്ട്രോക്ക് വന്ന ഒരുപാട് പേർക്ക് ഈ കൈ ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഈ കാലിങ്ങനെ നേരെ നിൽക്കത്തില്ല. അവരെ ഒരു സൈഡിൽ മകൻ, ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്ന് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് 1 വയസ്സുള്ള കൊച്ചിനെ നടത്തുന്നത് പോലെ 65 വയസ്സുള്ള 66 വയസ്സുള്ള ഒരാളെ നടത്തുന്നു. സ്ട്രോക്ക് വന്നതാണ്. നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ലേ? അത്ഭുതമാണിത്. നമുക്കിങ്ങനെ നിൽക്കാനൊക്കെ പറ്റുന്നില്ലേ? ഇരിക്കാൻ പറ്റുന്നില്ലേ? ഇവർക്ക് ഒരു സ്റ്റൂളിൽ നിന്നൊന്ന് എഴുന്നേൽപ്പിച്ച് ഒന്ന് നിർത്താൻ തന്നെ സമയം 18 മിനിറ്റ് എടുത്ത്, 20 മിനിറ്റ് എടുത്തു. അത് എഴുന്നേക്കത്തില്ല. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് നേരെ വരുമ്പോൾ തന്നെ സമയം 10-15 മിനിറ്റ് കഴിഞ്ഞു. നല്ല ആരോഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. നല്ല ആരോഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നല്ല ആരോഗ്യം, നല്ല ഓർമ്മ, നല്ല കഴിവ്, നല്ല സമ്പത്ത്, നല്ല വീട്, നല്ല ബന്ധം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലും പിശുക്കുണ്ട്. പിശുക്ക് നല്ലതാണ്. കുറച്ചൊക്കെ പ്രാർത്ഥനയിലും ആളുകൾക്ക് പിശുക്കുണ്ട്. ഇപ്പം ഇതിനകത്തെ ഒരു നിയോഗം എടുത്താൽ, ഒരു നിയോഗം ഇങ്ങനെ ആയിരിക്കും: കർത്താവേ, ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം എങ്ങനെയേലും ഒന്ന് നടത്തി തരണേ. അങ്ങനെ പ്രാർത്ഥിക്കരുത്. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നല്ലതുപോലെ നടത്തണമേ. കാരണം ദൈവം തരുന്നത് നല്ലതാണ്. ഒരാൾ എഴുതിയിരിക്കുക: കർത്താവേ, ഞങ്ങൾക്ക് പഴയ ഒരു 800 തരണേന്ന്. എന്നാ എഴുതി പ്രാർത്ഥിച്ചുകൂടെ? 1 രൂപ ചെലവില്ലല്ലോ. ഞങ്ങൾക്കൊരു നല്ല വാഹനം തരണമേ. എങ്ങനെയേലും ആ വീട് മേടിക്കാം, എങ്ങനെയേലും വേണ്ട, നല്ലൊരു വീട് പണിയാൻ
നല്ലൊരു വീട് മേടിക്കാൻ ഭാഗ്യം തരണമേ. ഹല്ലേലൂയ. എങ്ങനെയും വേണ്ട, എന്തേലും ഒരു ജോലി വേണ്ട, നല്ലൊരു ജോലി തരണമേ. ആമേൻ. പേടിക്കേണ്ട, പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനല്ല, നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കും. ഒത്തിരി പേര് എന്തേലും ഒരു ജോലി, എങ്ങനെയും ജർമ്മനി പോകാൻ പറ്റണേ, എങ്ങനെയും പോകണ്ട, നല്ലതുപോലെ പോകണം. ആമേൻ. ചിലർ പറയും എനിക്ക് വേറൊന്നും വേണ്ട ചോ, ഒന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ ആരോഗ്യം കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. ഇത് എന്തിനാ ടോയ്ലറ്റ് അത്രയും പറഞ്ഞു? എനിക്ക് നല്ല ആരോഗ്യം തരണമേ, എനിക്ക് എല്ലാവരെ പോലും നടക്കാനും ജോലി ചെയ്യാനും എല്ലാം ആരോഗ്യം തരണമേ. ഇന്ന് പ്രാർത്ഥിക്കണം നല്ലത്. ആമേൻ. എന്താ വെറുതെ പ്രാർത്ഥിക്കരുത്. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇതെന്താ ബൈബിൾ എഴുതിയിട്ടുണ്ട്. യേശു ആ കല്യാണ വീട്ടിൽ ചെയ്തപ്പം വാട്ടവെള്ളമല്ല കൊടുത്തത്, മുന്തിരി ആൾക്കാർ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് തോർത്തിട്ട് അരിച്ച് കരട് മാറ്റിയിട്ട് ഒരു കലക്ക വെള്ളമല്ല വിളമ്പിയത്, മേൽത്തരം വീഞ്ഞാണ്. അത് ഇങ്ങനെ ചുണ്ടോടടുപ്പിച്ച് രുചിച്ച് നോക്കിയിട്ട് ആളുകൾ പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇത് നേരത്തെക്കാട്ടിലും നല്ലതാണല്ലോ, ഇത് നല്ലതാണല്ലോ, ഇത് നീ സൂക്ഷിച്ചു വെച്ചത് എവിടെയാന്നൊക്കെ ചോദിച്ചു. ദൈവം തരുന്നത് നല്ലതാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാവരും കേട്ട്, ദൈവം എനിക്ക് നല്ലത് തരുമെന്നൊന്ന് വിശ്വസിച്ച് ആ ഇരിക്കുന്ന കസേരയെ തന്നെ ഇരുന്നോണ്ട് പറഞ്ഞ്, എനിക്ക് ദൈവം നല്ല ജോലി തരും, എനിക്ക് ദൈവം നല്ല വീട് തരും, എനിക്ക് ദൈവം നല്ല ആരോഗ്യം തരും, എനിക്ക് ദൈവം നല്ല ശുശ്രൂഷകളെ തരും, എനിക്ക് ദൈവം അനുഗ്രഹമുള്ള ബന്ധങ്ങളെ തരും, എനിക്ക് ദൈവം നല്ലത് തരും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വസിക്കുന്നോ? നല്ലത് തരും. അവിടെ ഒരു വാക്കുണ്ട് കേട്ടോ, നീ ഇതുവരെയും ഇത് സൂക്ഷിച്ചു വച്ചല്ലോ. ദൈവം എനിക്ക് വേണ്ടി ചില നന്മകളെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങളെ ദൈവം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇനി ഇത് പറയുന്നതിനും ഒരു കാര്യം കേട്ടെ, ഈ പ്രശ്നം എങ്ങനെയാ പരിഹരിച്ച്? ഇതൊരു വലിയ വിഷയമാണ്, ഒരു മേജർ ഇഷ്യൂ ആണ്. ഒരു കല്യാണ വീടാണ്, 100 കണക്കിന് ആൾക്കാരുണ്ട്, ഭക്ഷണം തീർന്നു പോയി, എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. 4 പാട് ഓടുവല്ല ചെയ്തേ, അതിനെ ഒരു നിയോഗത്തോടെ കൈകാര്യം ചെയ്തപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവവചനത്തിലുമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആ വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് ഇന്നുവരെ ആരും കാണാത്ത അത്ഭുതങ്ങളെ ദൈവം അതിനകത്ത് നിന്നെ കാണിക്കും. വിശ്വസിക്കുന്നോ? ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നല്ല വീഞ്ഞ്, അതും കൽഭരണിക്കകത്തുനിന്ന്. നല്ല വീഞ്ഞ് അത്ഭുതം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എന്തിനാ കർത്താവേ ആ വീടിൻ്റെ സൈഡിൽ കിടന്ന കളറ് മങ്ങിപ്പോയ കൽഭരണി എടുത്തോണ്ട് വന്നത്? വലിയ അത്ഭുതം ചെയ്യാൻ നീ എന്ന കൽഭരണിയെ നാളുകളിൽ ദൈവം ഉപയോഗിക്കും. ഞാൻ എന്ന കൽഭരണിയെ അനേകർക്ക് അനുഗ്രഹമാകാൻ ദൈവം എന്നെ ഉപയോഗിക്കും. ഓ, നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാം? നിനക്ക് ബുദ്ധിയുണ്ടോ? നീ ഒരു മണ്ടനല്ലേ? നിനക്ക് കഴകത്തുണ്ടോ? നീ എന്തൊരു സ്വഭാവമാ? നിന്നെ ഉപയോഗിക്കും. ഒരു വീടിന്റെ അനുഗ്രഹമാകാൻ നിന്നെ ഉപയോഗിക്കും. ഒരത്ഭുതമാകാൻ പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട സഹോദര സഹോദരി, മകനെ മകളെ, നിന്നെ ഉപയോഗിക്കും. ഇപ്പോൾ നിന്റെ ജീവിത പങ്കാളി പോലും പറയും, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? നിന്നെ കൊണ്ട് നിനക്കൊരു കഴകത്തില്ല, നിനക്കൊരു കഴിവില്ല, നിനക്കൊരു പ്രാപ്തിയില്ല. നാളെ നീ പോലും അനുഗ്രഹിക്കപ്പെടുന്നത് ആ വ്യക്തിയിലൂടെയാണെങ്കിലോ ഒന്നും പറയാൻ ഒക്കത്തില്ല. ഒന്നും പലരും അതാ പറഞ്ഞത്, പലരും അവഗണിച്ചതിനെ ദൈവം മുന്നിൽ കൊണ്ടുവരും, നടുക്ക് കൊണ്ടുവരും. കണ്ണുകളെ ഒന്ന് അടച്ചേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും അല്ല ഞാൻ ഇന്ന് പ്രശ്നം പരിഹരിക്കുന്നത്. പലരും പറയും ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല. ചിലർ പറയും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ്? ഈ പ്രശ്നം ഒന്ന് മാറിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കിതിനകത്തൊരു സാധ്യതയും തോന്നുന്നില്ല. അവരെന്തെങ്കിലും പറയട്ടെ, അവരുടെ ബുദ്ധിയാണ് സംസാരിച്ചത്. നിങ്ങളത് ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. നിനക്കിനി ജോലി കിട്ടുമോ? നിന്റെ ഏജ് കഴിഞ്ഞു പോയി, സാരമില്ല, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ആ ഭാഷ പഠിച്ച് പല പ്രാവശ്യം തോറ്റു, ഇനി കയറുവോ? എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു നീ ജയിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ദൈവകരങ്ങളിൽ കൊടുക്ക്. പ്രാർത്ഥനയോടെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇന്നുവരെയും ശ്രദ്ധിച്ചു കേട്ടോ, ഇന്നുവരെയും ആർക്കു വേണ്ടിയും ചെയ്യാത്തത് ദൈവം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൽ ചെയ്യും. നീ ആർക്കു വേണ്ടിയും ഇന്ന് തുറന്നിട്ടില്ലാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നു. ഇസ്രായേൽ ജനം
നടന്ന് ചെങ്കടലിൽ അവിടെ എത്തിയപ്പം ഏത് മോട്ടോർ വെച്ച് പറ്റിക്കാമെന്നല്ല അവിടെ പഠനം നടത്തിയത്. ഇത് ട്രാക്ടറിന് വെള്ളം വറ്റിച്ച് കളയണോ, വലിയ ജനറേറ്റർ കൊണ്ടുവന്ന് നമുക്ക് വെള്ളത്തെ അടിച്ച് പറ്റിച്ചാലോ, അങ്ങനത്തെ ഒരു വിഷയോടെ സംസാരിച്ചില്ല. മോശയോട് ദൈവം പറഞ്ഞു, നീ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ആ വെള്ളത്തിൻ്റെ നേരെ നീട്ടുക. ഇത് കേട്ട ഇസ്രായേൽക്കാർ ചിരിച്ചു കാണും. പിന്നെ ഒരു കമ്പും പിടിച്ച് നിന്നാൽ വെള്ളം ഇപ്പോൾ അങ്ങ് മാറും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ അങ്ങനെ വഴി ഉണ്ടാകുക. ഒരു നിയോഗത്തോടെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആർക്കു വേണ്ടിയും ഇന്ന് വരെ തുറക്കാത്തൊരു വാതിലും വഴിയും ദൈവം അവർക്ക് വേണ്ടി അവിടെ തുറന്നു. നീ കണ്ടിട്ടില്ലാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നീ അറിഞ്ഞിട്ടില്ലാത്ത ചിലത് ദൈവം നിനക്ക് മുമ്പിൽ അറിയിച്ചു തരും. ഇന്നുവരെ പ്രതീക്ഷിക്കാത്തതും നല്ലതുമായ ചില കാര്യങ്ങൾ നിന്റെ മേശപ്പുറത്ത് എന്നതുപോലെ വിളമ്പി വയ്ക്കുന്ന ഒരു കാലം അടുത്തു വരുന്നു. ഉണങ്ങേണ്ടത് വേരോടെ ഉണങ്ങിപ്പോകട്ടെ, വർദ്ധിക്കേണ്ടതിനെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവേ, എനിക്ക് അനുഗ്രഹമാകേണ്ടതിനെ വർദ്ധിപ്പിക്കണമേ, എനിക്ക് ശാപമാകുന്നതിനെ വേരോടെ ഉണക്കിക്കളയണമേ. ഏൽക്കുന്ന വചനം ഒരു മുദ്രയായി മാറട്ടെ. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഏത് പ്രശ്നവും ദൈവം പരിഹരിക്കാൻ തുടങ്ങും. ഏത് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. ഏത് പാതാള കുഴിയിൽ നിന്നും നീ രക്ഷപ്പെടും. ഇത് പറയാൻ കാരണം 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ നേരത്ത്, 7 അപ്പം കൊടുക്കാൻ നേരത്ത് യേശു പറഞ്ഞില്ല ഒരാൾ അങ്ങോട്ട് പോ, ഒരാൾ ഇങ്ങോട്ട് പോ, അപ്പുറത്തെ മെസ്സിലേക്ക് പോ, അപ്പുറത്തെ ഹോട്ടലിലേക്ക് പോ, അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചോദിക്ക്, അവിടെ ആരും പോകണ്ട, എല്ലാവരും അവിടെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, 7 അപ്പത്തെ എൻ്റെ കയ്യിൽ തരിക, നിന്റെ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ കൊടുക്ക്. അങ്ങോട്ടോടാതെ ഇങ്ങോട്ടോടാതെ അവിടെ പോകാതെ ദൈവസന്നിധിയിൽ കൊടുക്ക്. ദൈവം ഇപ്പോൾ അത് പരിഹരിക്കാൻ തുടങ്ങും. ഇപ്പോൾ മുതൽ ദൈവം അത് ഏറ്റെടുക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചേ അത് കൊടുത്ത സമയത്ത്, അത് കൈമാറിയ സമയത്തൊന്നും നടന്നില്ല. ഒരു സംഭവവും നടന്നില്ല. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് നോക്കുമ്പോൾ ഒന്നും നടന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴും ഒരു ചുക്കും നടന്നിട്ടില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നീ കാണുന്നത് ലോകത്തിൽ ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ലാത്ത അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് അതിനകത്ത് നീ കാണും. അതിനകത്ത് ഞാൻ കാണും. ആ ഉയർത്തിയ കരങ്ങളോട് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. വിശ്വസിച്ച് ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. കരമടിച്ചെന്ന് പാടാം. അതുകൊണ്ട് പറഞ്ഞു പാടി അതുകൊണ്ട് കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഒരിക്കൽ കൂടി ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് മനസ്സിലേക്കൊന്ന് പതിയാൻ, മാഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് കണ്ണുകളടച്ച്
നമ്മളിന്ന് നമ്മുടെ പാസ്പോർട്ട് ഇങ്ങനെ എടുത്ത് പിടിച്ച് പറയും, ഇതിനകത്തൊന്നും ഒരു ജോലി ഒരു പോകാൻ പറ്റത്തില്ല. എങ്ങനെ ശരിയാകാൻ? ഇതൊക്കെ റിജക്റ്റായില്ലേ? അങ്ങനെ റിജക്റ്റായി എന്ന് പറഞ്ഞത് ആ കൽഭരണിയുടെ സ്ഥാനത്താണ്. ദൈവം അതിനെ എടുത്ത് പറയും, മുന്നോട്ട് കൊണ്ടുവരാൻ പറയും. ആരും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നോക്കുമ്പം, നിങ്ങളെ നോക്കുമ്പോഴല്ല, എൻ്റെ ജീവിതം നോക്കുമ്പോൾ കൽഭരണി കണക്കായിട്ട് തോന്നും. എന്നാ ഒരു പ്രയോജനമില്ല പുള്ളിയെ കൊണ്ട്, ചുമ്മാ ഒരു ഗുണവുമില്ല പുള്ളിയെ കൊണ്ടെന്നൊക്കെ പറയും. അവിടെ എങ്ങാനും വല്ല ആൾക്കാരുടെ കാല് കഴുകാനുള്ള വെള്ളം വെക്കാനേ കൊള്ളത്തുള്ളൂ. അല്ല, നിന്നെ ആയിരിക്കും വലിയൊരു കാര്യത്തിന് ദൈവം തിരഞ്ഞെടുക്കും. ആമേൻ, ആമേൻ. ആ കല്യാണ വീട്ടിൽ എത്ര പാത്രങ്ങളുണ്ട്, വല്ലോ പാത്രത്തിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടോ? പക്ഷെ കൽഭരണിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ ചെരുവുണ്ട്, വലിയ വലിയ പാത്രങ്ങളുണ്ട്, ഭംഗിയുള്ളതുണ്ട്. ഒരു പാത്രത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല, പക്ഷെ കൽഭരണിയുടെ പേര് എഴുതിയിട്ടുണ്ട്. നിന്നെ ദൈവം കാണുന്നുണ്ട്. ആ കൽഭരണിയുടെ സ്ഥാനത്തിരിക്കുന്ന നിന്നെ, സഹോദര സഹോദരി, നിന്നെ ദൈവം കാണുന്നുണ്ട്. നിന്നിലൂടെ ആ കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയപ്പോഴേ എല്ലാവരും ടെൻഷനായി. ഇനി എന്നാ ചെയ്യും? അപ്പോഴാണ് നിയോഗം പറഞ്ഞത്, ആ വെള്ളം കോര്. പ്രാർത്ഥിക്കുന്ന എന്നെ നിങ്ങളെയും പലരും കാണുമ്പോൾ പറയും, പലരും മണ്ടന്മാരായി എണ്ണും, എന്തോ കുഴപ്പമുള്ള ആൾക്കാരായിട്ട് കാണും. പലരും പരിഹസിക്കും, വീടിൻ്റെ അകത്തിരുന്ന് ചിരിക്കും. പ്രാർത്ഥിക്കാൻ പോവാണത്രേ, എവിടെയോ പാടാനും തുള്ളാനും പോവാണ്, കൈയടിക്കാൻ പോവാണ്, എന്തോ ധ്യാനമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ധ്യാനത്തിന് തന്നെയാണ് പോകുന്നതെന്ന് ആർക്കറിയാം? എന്തെല്ലാം കാര്യങ്ങളാ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളാ പറയുന്നത്. ആ നിന്നെ തന്നെയാണ് ആ വീടിൻ്റെ ഐശ്വര്യത്തിന് ഉപയോഗിക്കുന്നത്. അവര് പറയുവാണ്, വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞെന്നിരിക്കട്ടെ, ആരെ കൊണ്ട് പറ്റൂ ഈ വട്ടുപരിപാടിക്ക്? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും വെള്ളം കോരാൻ പറ്റത്തില്ല. വീഞ്ഞു വേണമെങ്കിൽ വണ്ടി എടുക്കുക, പോവുക, അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്ന് വിളമ്പും. ഇല്ലെങ്കിൽ നമ്മൾ പറയും, മുന്തിരി ഉണ്ടെങ്കിൽ നമുക്ക് പിഴിയാം, നമുക്കതിനെ വിളമ്പാം, അല്ലെങ്കിൽ അല്പം എന്തെങ്കിലും ഒരു വെള്ളം, നാരങ്ങ വെള്ളം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ബുദ്ധി കൊണ്ടല്ല കുഞ്ഞെ ആ വീടിൻ്റെ പ്രശ്നം ദൈവം പരിഹരിച്ചത്. പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആരും കാണാത്ത വഴികൾ ദൈവം നിനക്ക് കാണിച്ചു തരും. ആരും കാണാത്ത അത്ഭുതങ്ങൾ ദൈവം നിന്നെ കാണിക്കും. അവർക്ക് ദൈവം കൊടുത്തത് നല്ല വീഞ്ഞാണ്, പഴയ വീഞ്ഞല്ല, കൊള്ളാത്തതല്ല, മുന്തിരിയുടെ ജ്യൂസല്ല, മുന്തിരി പിഴിഞ്ഞ വെള്ളമല്ല കൊടുത്തത്. അത് വർഷങ്ങളെടുത്താലേ വീഞ്ഞുണ്ടാകത്തുള്ളൂ. മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ 10 മിനിറ്റ് വേണ്ട. കുറച്ചെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊച്ചു പഞ്ചസാര ഇച്ചിരി വെള്ളം ഒഴിച്ചൊരു ഒറ്റ കറക്ക് ഇറക്കിയാൽ മുന്തിരി ജ്യൂസായി. ഈ കല്യാണ വീട്ടിൽ യേശു അത്ഭുതം പ്രവർത്തിച്ച് മുന്തിരി ജ്യൂസ് അല്ല കൊടുത്തത്, മാസങ്ങളും വർഷങ്ങളും കഴിയുന്ന വീഞ്ഞാണ്. നല്ല വീഞ്ഞും മേൽത്തരം വീഞ്ഞുമാകുന്നത്. നാളുകൾ കൊണ്ട് നടക്കേണ്ടത് ഒരു നിമിഷം കൊണ്ട് ആ വീട്ടിൽ നടന്നു. കുറേ നാളുകളെടുത്ത് നടക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നടക്കുവോ, ശരിയാവോ? ഒരു നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തെ ദൈവത്തിൽ ഒരു അത്ഭുതമാക്കാൻ 1 മാസം വേണ്ട, 1 വർഷം വേണ്ട, 1 നിമിഷം മതി. നിന്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും കുടുംബത്തിൽ വഴക്കും പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാലെന്നൊന്നും വെറുതെ പോലും പറയണ്ട. 1 നിമിഷം മതി, 1 നിമിഷം മതി ആ വഴക്ക് മാറാൻ, 1 നിമിഷം മതി ആ തെറ്റിദ്ധാരണ മാറാൻ, 1 നിമിഷം മതി ആ മനുഷ്യൻ മാറി തിരിച്ചു വരാൻ. 1 നിമിഷം മതി. സാമുവേലിന്റെ അടുത്തേക്ക് വന്നു. അന്നു തന്നെ അവനൊരു പുതിയ ഹൃദയം കൊടുത്തു. അന്ന് തന്നെ സാമുവേൽ പറഞ്ഞത്
അന്ന് തന്നെ സംഭവിച്ചു. ഇന്ന് തന്നെ ചില അത്ഭുതങ്ങൾ നടക്കണമേ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇന്ന് തന്നെ ചില അത്ഭുതങ്ങൾ നടക്കണമേ. എൻ്റെ പാസ്പോർട്ടിൽ ഇന്ന് തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കണം. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു മടുക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ആയിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ അവരുടെ വിവാഹം, പക്ഷെ മക്കളില്ല. അവരുടെ കുടുംബത്തിൽ സമാധാനം. ഇന്നു തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇന്നു തന്നെ. അങ്ങനെ ഇന്നു തന്നെ ഒരു അത്ഭുതം നടക്കുമ്പോൾ ഒരു നേർച്ച നേർന്നേ, ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് വന്ന് ഒരു സാക്ഷ്യം പറയും. നാനും എൻ വീടും എൻ വീട്ടാറനെ ഇവരും ഒയാമൽ നன்றி சொல்வோ. ഒരുമിച്ച് വന്ന് നന്ദി പറയാൻ ഈ അനുഗ്രഹയിൽ ഞങ്ങൾ വരും. ഒരു നേർച്ചയായി ഇവിടെ വരും. ഒരു സാക്ഷ്യം പറയാൻ ഈ സ്റ്റേജിൽ കയറി നിൽക്കും. ഇന്ന് തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ. ദൈവം കാനായിലെ കുടുംബത്തിൽ ഒരു പുതിയ വീഞ്ഞ്, നല്ല വീഞ്ഞ് കൊടുത്തില്ലേ? നല്ലത് ഒരാൾ നീ ഭാഗ്യവാനാണ് കേട്ടോ എന്ന് പറയാൻ ആവശ്യമായതൊക്കെയും നിന്റെ ജീവിതത്തിൽ വരട്ടെ. നീ ഒരു ഭാഗ്യമുള്ള ഒരാളാകട്ടോ, നീ ഒരു ഭാഗ്യമുള്ള ഒരു കൊച്ച എന്ന് പറയാൻ ആവശ്യമായതൊക്കെയും എൻ്റെ ജീവിതത്തിൽ വരട്ടെ, എൻ്റെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. வீட்டாரனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டாரனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீரே நன்றி, என சிதையாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி, என சிதையாமல் சுமந்தீரே நன்றி. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. சுமந்தீரே நன்றி, 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 நன்றி. கருவோலே காத்தீரே நன்றி. കണ്ണുകളെ അടച്ച് ഈ നല്ല സമയത്തിന് നന്ദി. ഞങ്ങൾ കൈ കൊട്ടി പാടി പ്രാർത്ഥിച്ചു. സ്ട്രോക്ക് വന്ന ഒരുപാട് പേർക്ക് ഈ കൈയോട് അടുപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ കൈ അടിച്ചതുപോലും അത്ഭുതമല്ലേ? സ്ട്രോക്ക് വന്നു പോയ പലർക്കും ഇങ്ങനെ തനിയെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. 2 പേര് പിടിച്ച് ഒക്കെയാ പതുക്കെ നടത്തുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നത് പോലും അനുഗ്രഹമാണ്, പ്ലസ് അത്ഭുതമാണ്. ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കാം. ഇന്ന് പ്രാർത്ഥിച്ചത് ഒരു സമ്പത്താണ്. നാളത്തെ എൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ഞാൻ വിതച്ചത്. നന്ദി പറയുന്നു. ഒരു പുതിയ വീഞ്ഞ്, നല്ല വീഞ്ഞ് ആ വീട്ടിൽ വിളമ്പാൻ ഇടയായതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലെ മേശയിൽ അനുഗ്രഹത്തെ വിളമ്പുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം തരണമേ. വർദ്ധിക്കേണ്ട അനുഗ്രഹത്തെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ. ഉണക്കിക്കളയേണ്ടതിനെ വേരോടെ ഉണക്കിക്കളയണമേ. ഉണക്കിക്കളയേണ്ട ചിലത് ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. അത് വേരോടെ ഉണങ്ങിപ്പോകട്ടെ. അനുഗ്രഹമാകേണ്ടതിനെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ. ആമേൻ. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു അത്ഭുതമായി മാറണം. ഈ ദൈവഭവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്കൊരനുഗ്രഹമായി മാറണം. ഇന്നുവരെ ആർക്കും ചെയ്തിട്ടില്ലാത്തൊരത്ഭുതം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുക. അനേകർ ദൈവാനുഗ്രഹം പ്രാപിച്ച ഒരു സ്ഥലത്താണ് നിങ്ങളും കാലുറപ്പിച്ച് നിൽക്കുന്നത്.
നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില പ്രയാസങ്ങളുണ്ട്. ചില രോഗികളാണ്, ശരീരത്തിൽ രോഗമുള്ളവർ, വേദനയുള്ളവർ, പ്രയാസമുള്ളവർ അവരെ സമർപ്പിക്കുകയാണ്. ചിലർ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയവുമായി തകർന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞു, പക്ഷേ ഒരുമിച്ചുള്ള ജീവിതമല്ല. പലതും പല ദിക്കുകളിലായി ചിതറിക്കിടക്കുന്നൊരവസ്ഥയാണ്. കർത്താവെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവർ, ജീവിത പങ്കാളിയുമായുള്ള വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, മക്കളുമായി ബന്ധപ്പെട്ട വിഷയവും ഭാരപ്പെടുന്നവർ, കർത്താവെ, നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർക്കുവാണ്. ഇങ്ങനെയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഇന്ന് നിയോഗം സമർപ്പിച്ച 606 പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗം സമർപ്പിച്ച അവരുടെ നിയോഗങ്ങളെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം അവരിൽ സംഭവിക്കണമേ, ഒരടയാളം സംഭവിക്കണമേ. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച വിഷയത്തിൽ അടയാളങ്ങൾ സംഭവിക്കണമേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം വിശ്വസിക്കുമ്പോൾ തന്നെ എൻ്റെ ഭവനത്തിനകത്തൊരു അത്ഭുതം നടക്കണമേ. എൻ്റെ പ്രാർത്ഥനയിൽ ചില വിടുതലുകൾ നടക്കണമേ. എൻ്റെ കാര്യങ്ങളിൽ ചില വിടുതലുകൾ സംഭവിക്കണമേ. എൻ്റെ ജീവിതത്തെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തെ ഈ പരാജയത്തിൽ നിന്ന് കയറ്റണമേ. എൻ്റെ ജീവിതത്തെ ഈ പടുകുഴിയിൽ നിന്ന് കയറ്റണമേ. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നമുക്കെല്ലാവർക്കും, എല്ലാ ശുശ്രൂഷകരും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, കർത്താവേ, എനിക്ക് അനുഗ്രഹമായതിനെ ചേർത്തു തരണമേ. എനിക്ക് അനുഗ്രഹമായതിനെ വർദ്ധിപ്പിച്ചു തരണമേ. എനിക്ക് ദോഷമായതിനെ വേരോടെ എടുത്തു കളയണമേ. തിന്മയായിട്ടുള്ളതിനെ വേരോടെ ഉണക്കിക്കളയണമേ. നന്മയായിട്ടുള്ളതിനെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ഒരു മുദ്രയായി മാറണമേ. കേൾക്കുന്ന വചനങ്ങൾ എന്നിൽ ഒരു മുദ്രയായി മാറണമേ. ഒരു അത്ഭുത സൗഖ്യം എനിക്ക് തരണമേ. ഒരു അത്ഭുത മാർഗം എനിക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കണ്ണുകൾ തുറന്ന് ഈ അൾത്താരയിൽ ജീവനോടെ ഇരിക്കുന്ന യേശുവിലേക്ക് നോക്കിയിട്ട് പറ, ഭാഗ്യമാണെന്ന് പറയാൻ കാരണമായതൊക്കെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് തരണമേ. മറ്റൊരാൾ ഭാഗ്യമാണല്ലോ എന്ന് പറയുന്നതൊക്കെ എൻ്റെ കുടുംബത്തോട് ചേർത്ത് തരണമേ. ചില വീട് കാണുമ്പോൾ, ചില വീട്ടുകാരെ കാണുമ്പോൾ പറയും, ഭാഗ്യമുള്ള മനുഷ്യർ, ഭാഗ്യമുള്ള വീട്, ഭാഗ്യമുള്ള മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്. ഓ, ഭാഗ്യമുള്ള പിള്ളേരാണല്ലോ, ഓ ഭാഗ്യമുള്ള വീടാണല്ലോ, ഓ ഭാഗ്യമുള്ള ജീവിതമാണല്ലോ. ദൈവമേ, എന്തൊക്കെ നോക്കിയിട്ടാണോ മറ്റൊരാൾ ഭാഗ്യമെന്ന് പറയുന്നത്, ആ ഭാഗ്യമൊക്കെയും അനുഗ്രഹിച്ച് എൻ്റെ ജീവിതത്തോട് ചേർത്തു തരണമേ. ഭാഗ്യമായതിനെ, അനുഗ്രഹമായതിനെ ചേർത്തു തരണമേ, ചേർത്തു തരണമേ. സ്തുതിക്കുന്നു ഇൻ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച്, അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ദൈവിക വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി ഉറക്കെ വിളിച്ച്, യേശുവേ, യേശുവേ, ജീസസ്. പരിശുദ്ധാത്മാവെ നിറയണമേ. പരിശുദ്ധ എല്ലാവരും സ്തുതിക്കുന്നു. അധരം തുറന്ന് പ്രാർത്ഥിക്കുന്നു, അധരം തുറന്ന് പ്രാർത്ഥിക്കുന്നു, അധരം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അക്കരങ്ങളടിച്ച് അധരം തുറന്ന് പാടാം. ഒരുമിച്ച് പാടാം. ആരാധന, ആരാധന, രാജാതിരാജാവിന് ആരാധന, 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 യാക്കോബിൻ വല്ലഭന്. ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് ആരാധന, ആരാധന,
ചേർന്ന് കർത്താവേ, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾ വരെ സകലരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഈ മധുപകൽ ഇരിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവരെ പ്രാർത്ഥിക്കുന്നു. നിയോഗ തിരി കത്തിച്ചു വച്ചവരെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ അത് സംഭവിക്കട്ടെ. ജീസസ്. എല്ലാ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുകയാണ്. വിശ്വാസത്തോടെ സമർപ്പിക്കുകയാണ്. അടയാളങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട്, കഴിവ് കൊണ്ടല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പ്രതിസന്ധികൾ മാറി വരും. ചേർന്ന് പാടിക്കേ. ഏറെ പ്രാർത്ഥനയോടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏതാണ്? ആ വിഷയത്തേക്ക് നോക്കിയിട്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറയല്ലേ. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരത്ഭുതം ഇതിന്മേൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യം അവനവൻ തന്നെ വിശ്വസിക്കുക. വേറൊരാൾ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഈ പുണ്യസ്ഥലത്ത് വെച്ച് ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഈ പുണ്യസ്ഥലത്ത്, ഈ ദൈവഭവനത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ സാവൂൾ സാമുവേലിനെ കാണാൻ വന്നു. സാമുവേലിനെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് പുതിയൊരു ഹൃദയം കൊടുത്തു. വേറൊന്നും നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ഈ ആലയത്തിൽ ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിച്ച് ആ മുന്നിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു പുതിയ അനുഗ്രഹം ദൈവം നിങ്ങളിൽ തരട്ടെ. ഒരു പുതിയ അഭിഷേകം നിങ്ങൾക്ക് നൽകട്ടെ. അതിനുശേഷം എഴുതിയിട്ടുണ്ട്,
സാമുവേൽ പ്രാർത്ഥിച്ചു പറഞ്ഞത് അന്ന് തന്നെ സംഭവിച്ചു. പ്രാർത്ഥിച്ചു പറഞ്ഞത് അന്ന് തന്നെ, ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകണമേ. എല്ലാ കണ്ണുകളെയും അടച്ച് ഇന്ന് കേട്ട വചനം ഏതാണെന്നറിയാവോ? പ്രധാനപ്പെട്ടൊരു വചനം കാനായിലെ കല്യാണ വിരുന്നാണ്. യേശു അത്ഭുതം ചെയ്യാൻ നേരത്ത് അടുക്കളയിലെ ഏറ്റവും മനോഹരമായ പാത്രം ഏതാണെന്നല്ല അന്വേഷിച്ചത്. വാടകയ്ക്കെടുത്ത നല്ല പാത്രം, കഴുകി വെളുപ്പിച്ച വെള്ളിപ്പാത്രം പോലെ തിളങ്ങുന്ന പാത്രം എടുത്തു വയ്ക്കാനല്ല പറഞ്ഞത്. ആ വീടിൻ്റെ ആ സൈഡിലിരുന്ന ആ കൽഭരണി എടുക്കാനാണ് പറഞ്ഞത്. കർത്താവേ, ആ കൽഭരണിയിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ പ്രയോജനപ്പെടുത്തിയത്. നിന്നെ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയോ? ആരെങ്കിലുമൊക്കെ നിന്നെ അവഗണിച്ചോ? എവിടെയെങ്കിലുമൊക്കെ പുറകിലായി പോയോ? എവിടെയെങ്കിലുമൊക്കെ നാണം കെട്ടു പോയോ? കൽഭരണി കണക്കെ ഏതെങ്കിലും മൂലയ്ക്കാണോ ഇരിക്കുന്നേ? സാരമില്ല, ടെൻഷൻ വേണ്ട. ആരും കണ്ടില്ലേലും നിന്റെ അവസ്ഥ ദൈവം കാണുന്നുണ്ട്. നിന്റെ അവസ്ഥ ദൈവം കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്നെയും നിങ്ങളെയും പലരും മണ്ടന്മാരായി കാണും. പലരും മണ്ടനെന്ന് വിളിക്കും, കഴിവില്ലാത്തവനെന്ന് വിളിക്കും. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം കോരിയപ്പോൾ പലരും പറഞ്ഞു കാണും, മണ്ടന്മാര് ദേ വെള്ളം കോരുന്നു. വീഞ്ഞാ തീർന്നു പോയത്, വെള്ളമല്ല സുഹൃത്തെ തീർന്നു പോയത്. പറഞ്ഞ് ചിരിച്ച് കാണും. ചിലപ്പം യുവന്മാരെന്തിനാ ഈ വെള്ളം കോരുന്നതെന്ന് ചിന്തിച്ച് കാണും. പക്ഷെ ആ വെള്ളം കോരിയ പരിചാരകർ കാരണമാണ് അവിടെ ഒരു അത്ഭുതം ഉണ്ടായത്. പ്രാർത്ഥിക്കുന്ന എന്നെ, പ്രാർത്ഥിക്കുന്ന നമ്മളെ പലരും മണ്ടന്മാരായി കണക്കാക്കും. പക്ഷെ നമ്മളിലൂടെയാ ചില നന്മകൾ വെളിപ്പെട്ടു വരാൻ പോകുന്നത്. ആ വീടിനാവശ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വന്നത് ആ നിയോഗത്തിൽ ചെയ്തതോടുകൂടെയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുതവും കാണുന്നില്ല. ദേ അത് പച്ചവെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നു. അത് ഒഴിച്ചപ്പോൾ പച്ചവെള്ളം, കോരിയപ്പോൾ പച്ചവെള്ളം, അത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ എല്ലാം വെറും പച്ചവെള്ളം. ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത്, ഇന്ന് സമർപ്പിച്ച നിയോഗത്തിനകത്ത് ഇന്ന് നോക്കുമ്പോൾ ഒരു മാറ്റവും കാണുന്നില്ലേലും നാളുകളിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതത്തെ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം നിന്നെ കാണിക്കും. ദൈവം നിന്നെ കാണിക്കും. ഇന്ന് ഒരു പാസ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് കൈ പിടിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. സ്ഥലത്തിൻ്റെ ആധാരം കൈ പിടിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മരുന്ന് കൈ പിടിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ചില വേദനകളുള്ള ചില പ്രാർത്ഥനകളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരത്ഭുതം ഇതിനകത്ത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക. ആർക്കു വേണ്ടി? ശ്രദ്ധിച്ചേ, ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ എത്ര HP പവറുള്ള മോട്ടോർ വെച്ച് വെള്ളം പറ്റിക്കണമെന്നല്ല മോശ ആലോചിച്ചത്. എത്ര മോട്ടോർ കൊണ്ടുവരണം? ഒരു 50 മോട്ടോർ കൊണ്ടുവന്ന് പറ്റിച്ച് നോക്കിയാലോ നല്ല ചിന്തിച്ചത്. പട്ടാളക്കാരെ കൊണ്ടുവന്ന് പാലം ഉണ്ടാക്കിയാലോ നല്ല ചിന്തിച്ചത്. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെടുത്ത് ആ കടൽ നീരെ നീട്ടിപ്പിടിക്കുക. ഇത് കേട്ട് ഇത് കണ്ട പലരും ചിന്തിച്ച് കാണും, മോശ ഒരു മണ്ടനായ മോശ കടലിൻ്റെ മീതെ കൈ ഉയർത്തിപ്പിടിച്ച വല്ലതും നടക്കുവോ? വെറും മണ്ടത്തരം ചെയ്യാതെ മോശേ എന്ന് തോന്നിപ്പോകും. പക്ഷെ നിയോഗത്തോടെ മോശ വിശ്വാസത്തോടെ കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ ലോകത്തിൽ ആർക്കും ചെയ്തിട്ടില്ലാത്ത അത്ഭുതമാണ്, ഒരു വഴിയാണ് അവിടെ ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും കാണുമ്പോൾ പലരും പറയും, ഇവൻ എന്നാ മണ്ടത്തരവാ കാണിച്ചു കൂട്ടുന്നത്, ഇവന് വല്ല വെളിവുണ്ടോ, ഇവൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം കണ്ടത് എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. എനിക്ക് വേണ്ടി ദൈവം തുറന്നതിലൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങും. അത്
അതൊരു അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങൾ വിശ്വസിക്കുക, ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരത്ഭുതം ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ കാണും. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ കാണും, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണും. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിച്ച് ഈ പുണ്യഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സമയം പോലെ നിങ്ങൾ 33 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. ഇപ്പോൾ എല്ലാ ശുശ്രൂഷകരും ഈ ജനത്തിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കാമോ? പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നമ്മൾ ഈ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ വന്ന പ്രിയപ്പെട്ടവരാണിവർ. കണ്ണുനീരോടെ വേദനയോടെ വന്ന മനുഷ്യരുടെ മുകളിലാണ് നമ്മൾ കൈനീട്ടി പിടിച്ചിരിക്കുന്നത്. നമ്മൾ വേണം ഇവരെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താൻ. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഇതിനകത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവർ നിപ്പുണ്ട്. ഇതിനകത്ത് ഇത് മരിച്ചാലോ എന്ന് ചിന്തിച്ചവരത് നിപ്പുണ്ട്. പോയി കെട്ടി തൂങ്ങിയാലോ എന്ന് ചിന്തിച്ചവരത് നിപ്പുണ്ട്. കുറെ പാരസിറ്റാമോൾ എടുത്ത് കഴിച്ചാലോ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് ഇതിനകത്ത് നിപ്പുണ്ട്. ഏതെങ്കിലും ഫോണും എല്ലാം സ്വിച്ച് ഓഫ് ആക്കി സിമ്മും എടുത്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചാലോ, എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് ചിന്തിച്ച് തകർന്നു തരിപ്പണമായവർ, അപ്പുറത്തെ വീട്ടിൽ നിന്നും പൈസ കടം മേടിച്ച് വന്നവർ നമ്മളെ ഉയർത്തിപ്പിടിച്ച കരങ്ങൾക്ക് താഴെ നിൽപ്പുണ്ട്. നമ്മളെക്കാൾ വേദനിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെന്ന്, നമ്മളെക്കാൾ തകർന്നവർ ഈ കൂട്ടത്തിലുണ്ടെന്ന്. ഇവർക്ക് വേണ്ടി നമുക്കൊന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിസ ലഭിക്കാൻ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിത പങ്കാളിയോത്ത് ഭാരപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഇതാ ശുശ്രൂഷകർ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു, ജോലി ലഭിക്കാൻ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയെ ലഭിക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, മക്കൾ നേർവഴി നടക്കുവാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, വീട് ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചവരെ സ്ഥലം വിൽക്കുവാൻ ചോദിച്ചവരെ ഓർക്കുന്നു, മദ്യപാനം മാറുവാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, വിവാഹം നടന്നു കിട്ടാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, കേസിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, അലർജി രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നു, വിവിധ രാജ്യങ്ങളിൽ പോകാൻ ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. മടുപ്പ് കൂടാതെ ശുശ്രൂഷകരെ ആ കരങ്ങളെ നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് ഈ ജനത്തിൻ്റെ അങ്ങറ്റം വരെയുള്ള ആ ഭാഗം ഒന്ന് നോക്കിക്കേ. കരയുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, വാടിയ മുഖത്തോടെ നിൽക്കുന്നവരുണ്ട്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ. ഞങ്ങൾ ഇത്രയും കരങ്ങൾ പ്രാർത്ഥിക്കാനുള്ളപ്പോൾ നിങ്ങൾ ഒരാളും നശിച്ചു പോകത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ളിടത്തോളം കാലം നിങ്ങൾ ആരും ഒരു തലമുറയും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരാളും വഴിതെറ്റി പോകത്തില്ല. ഒരാളും ആത്മഹത്യ ചെയ്യാൻ ഇടവരുകയില്ല. ഒരാളും വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ ഇടവരുകയില്ല. ഈ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ ജനത്തിൻ്റെ മേൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഈ കടലിന് നേരെ നീ കൈ നീട്ടിപ്പിടിക്കുക, എന്നിട്ട് നീ പറ, എന്നിട്ട് നീ വിശ്വാസത്തോടെ പറ, ആ ചെങ്കടൽ നിനക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ദർശന വരമുള്ള കൃപയുള്ള ഈ ശുശ്രൂഷകർ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ ജനത്തിന് വേണ്ടി ദൈവം വഴി തുറക്കുന്നത് നമ്മൾ കാണും. ദൈവം വഴി തുറക്കുന്നത് നമ്മൾ കാണും. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണും. ദൈവത്തിൻ്റെ സൗഖ്യം കാണും. ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലുകളിലുണ്ട്, മരണക്കിടക്കയിലുണ്ട്, തകർച്ചയുടെ വക്കിലുണ്ട്, ജപ്തിയുടെ വക്കിലുണ്ട്. ഞങ്ങൾ അവരെ വിളിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. ഇപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരാളെപ്പോലും വെറുതെക്കാരനെ പോലെ അല്ല കണ്ടത്. ദൈവസ്നേഹത്തിൻ്റെ തണലിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ നിൽക്കുന്ന സമയമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയമല്ല, അടുത്തു നിൽക്കുന്ന സമയമാണ്. ഏത് ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്ന സമയമാണ്. ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് ഈ സമൂഹത്തെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞ് യേശുവിൻ്റെ നാമം ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തിന്റെ ശക്തി ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കണമേ. ആ നാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ വിടുതലുകൾ നടക്കണമേ. ആ നാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കണമേ. ആ നാമത്തിന്റെ ശക്തിയിൽ പുതിയ വഴികളെ തുറക്കണമേ. ജീസസ്
ഹല്ലേലൂയ. യേശുവിന്റെ നാമം ചേർന്ന് പാടാം. ഒരു മഹിമയിൽ മേഘം ഇന്ന് ഇടത്തെ മൂടുതേ. ഒരു മഹിമയിൽ മേഘം എൻ ജനത്തെ മൂടുതേ. ഒരു മഹിമയിൽ മേഘം ഇന്ന് ഇടത്തെ മൂടുതേ. ഒരു മഹിമയിൽ മേഘം ഇന്ന് ജനത്തെ മൂടുതേ. വിലകാതെ മേഘം നീ മുൻസെല്ലു മേഘം നീ. വിലകാതെ മേഘം നീ മുൻസെല്ലു മേഘം നീ. അതുകൊണ്ട് ആവിയാനവരേ അൻപിൻ ആവിയാനവരേ. ഓഹോ ആവിയാനവരേ വെളിവിൻ ആവിയാനവരേ. ഓഹോ ആവിയാനവരേ മഹിമയിൻ ആവിയാനവരേ. ഓഹോ ആവിയാനവരേ അൻപിൻ ആവിയാനവരേ. ഒരു മഹിമയിൻ മേഘം இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ശുശ്രൂഷകരൊന്ന് പ്രാർത്ഥിച്ച് ഈ ജനം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈ പാസ്പോർട്ടിന്റെ മേൽ അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ചില വഴികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുത വഴികൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിഞ്ഞു നിൽക്കാം, യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. ആ പാസ്പോർട്ടൊക്കെ കയ്യിൽ പിടിക്കുമ്പോഴേ അത് ബാഗിലേക്ക് വെക്കാൻ വരട്ടെ. അത് ആരാധനയുടെ സമയത്ത് നിങ്ങൾ പറയണം, ഇതിനകത്ത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം എനിക്ക് കാണാൻ പറ്റണം. ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നവർ, IELTS പഠിക്കുന്നവർ, OET പഠിക്കുന്നവർ, ചിലരൊക്കെ പറയുവേ എന്തിനാ ഈ നാട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ പറയുവേ. ചിലർ പറയും എന്തിനാ പിള്ളേർ ഇവിടെ നിന്നാൽ പോരെ. അല്ല, നമ്മുടെ മക്കൾ ചിലർ കടലും കരയും കടന്നു പോകണം. അവരിലൂടെയാണ് നമ്മുടെ വീട് നാളുകളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ മകനോ മകളോ ഒരു രാജ്യത്ത് പോകുമ്പോഴായിരിക്കും നാളുകളിൽ അവരിലൂടെ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതിനു മുമ്പ് പറയട്ടെ, ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, പൈസ കൊടുത്തവർ, അതിനെല്ലാ പേപ്പർ റെഡിയായി ഇനി അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുണ്ട്. എല്ലാ കരങ്ങളും ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹയിൽ വന്ന് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് അനുഗ്രഹയിൽ വന്ന് സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ചേ, നമ്മൾ വേറൊരാളിൽ നോക്കി അനുഗ്രഹമാണെന്ന് പറയുന്നതൊക്കെ, അനുഗ്രഹമായതൊക്കെ എൻ്റെ ജീവിതം, ഭാഗ്യമായതൊക്കെ ചേർത്ത് വയ്ക്കണേന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ചിലരെ വീട് നോക്കിയൊക്കെ പറഞ്ഞു, നമ്മൾ ഭാഗ്യമുള്ള വീടാ, ഭാഗ്യമുള്ള മനുഷ്യരാ, ഭാഗ്യമുള്ള പിള്ളേരാ. ഭാഗ്യമായത് എന്നെനിക്ക് തോന്നുന്നതൊക്കെ, ഭാഗ്യമായതിനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമേ. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞ വചനം എന്നറിയാമോ? ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, അതുകൊണ്ട് എത്തേണ്ടിടത്ത് എത്തിയില്ല, ഉപ്പ് തൂണായി പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണാകാനല്ല കേട്ടോ ഈ വചനം കേട്ടത്. മുന്നോട്ട് പോയി എത്തേണ്ടിടത്ത് എത്തിക്കോണം. ഒരാളും വഴിയിൽ പട്ടുപോയേക്കല്ല്, ഒരാളും തകർന്നു പോയേക്കല്ല്, ഒരാളും ആത്മഹത്യ ചെയ്തേക്കല്ല്, ഒരാളും വഴിതെറ്റിപ്പോയേക്കല്ല്, ഒരാളും നാടുവിട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. എത്തേണ്ടിടത്ത് എത്താൻ ദൈവം നിന്റെ കൈ പിടിച്ചിരിക്കുന്ന ദിവസമായിന്ന്. എത്തേണ്ടിടത്ത് എത്താൻ ദൈവം നിന്റെ കൈ പിടിച്ച് നടത്തുന്ന ദിവസമാ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് ഉപ്പ് തൂണാകാൻ വേണ്ടി ഒരാളെയും വിളിച്ചിട്ടില്ല.
ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് വിളിച്ചത്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇന്ന് വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം രാവിലെ 8:15 ആരംഭിക്കുന്ന 3-ാം വെള്ളിയാഴ്ചയാണ്. ആ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അന്ന് നിയോഗം സമർപ്പിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കരങ്ങളെ ഉയർത്തി അടുത്ത വെള്ളിയാഴ്ച ദിവസത്തെ ഒന്ന് പ്രാർത്ഥിച്ച് 7 ആശീർവാദം അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ